ഈ കഴിഞ്ഞ ആഴ്ചയിൽ 1-2 പ്രഭാഷണങ്ങളുടെ സ്ഥലങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ജനാസ അങ്ങ് തൊട്ടടുത്ത പള്ളിയിലേക്ക് കയറി വന്ന് പ്രസംഗം നിർത്തിവെച്ചു. സഹോദരിമാരുള്ള ഒരു സദസ്സിൽ ശ്രദ്ധയോടെ ഞാൻ ആ വിഷയം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 24 വയസ്സുള്ള ഒരു യുവതിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞൊരു കുട്ടിയില്ലാത്തതിന്റെ വിഷമത്തോടെ ജീവിച്ചിരുന്ന ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിച്ച് ഒരാൺകുഞ്ഞിനെ കൊടുത്തു. പ്രസവിച്ച് 20ാമത്തെ നാളിൽ ഉമ്മക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആ വിഷയം വിളിച്ചു പറയാൻ വേണ്ടി ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ വളരെ ചെറിയ പ്രായമുള്ള 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ താമസത്തിന്റെ എല്ലാവരെയും വിളിച്ചറിയിക്കാൻ 2 ദിവസം കഴിഞ്ഞാൽ വീട് താമസാക്കാൻ പോവുകയാണ്. അത് പറയാൻ വേണ്ടി ബൈക്കിൽ കൂടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഫാൻ ഫിറ്റ് ചെയ്യുന്ന കമ്പി അടക്കമൊക്കെ മേടിച്ച് പോകുന്ന ആക്സിഡന്റിൽ അദ്ദേഹം മേടിച്ച ആ കമ്പി ആക്സിഡന്റിൽ ശരീരത്തിലൂടെ തുളച്ചു കയറിയാണ് ആ സ്പോട്ടിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ, നാട്ടുകാരെ, വാക്കാലൂർ അങ്ങാടിയിൽ ഹൃദയമുള്ള, ചിന്തയുള്ള, മനസ്സുള്ള മുഴുവൻ മനുഷ്യരോടാണ് 2024 പുതിയ കലണ്ടർ തൂക്കിവെച്ച നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏതോ ഒരു മാസത്തെ ഏതോ ഒരു തീയതി എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ തീയതിയായിരിക്കുമോ? ഉറപ്പു പറയാൻ ആർക്ക് സാധിക്കും? നമ്മൾ ഇന്ന് ഈ പ്രഭാഷണ നിമിഷങ്ങൾ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചെത്തുമെന്ന് ആത്മധൈര്യത്തോടെ പറയാൻ കഴിവുള്ള നമ്മൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സൂചിപ്പിച്ചത്, ഈ ആയുസ്സിന്റെ ഇടയിൽ നമ്മൾ നമ്മളെപ്പറ്റി ചിന്തിക്കാൻ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സമയത്തെക്കുറിച്ച്, അതിന്റെ വിലയെക്കുറിച്ച്, മണിക്കൂറുകളോളം വെറുതെ ഇരുന്ന് നശിപ്പിക്കുന്ന യുവത്വത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എനിക്ക് പടച്ച റബ്ബ് തന്ന ആയുസ്സിന്റെ വില എന്താണ് എന്ന്. അതുകൊണ്ടാണ് മനുഷ്യരോട് ഇടക്കിടക്ക് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ വായിച്ചു നോക്ക്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മനുഷ്യരെ, എല്ലാ ആത്മാക്കളും മരണം രുചിക്കുന്നതാണ്. നീ ജീവിതം ആസ്വദിക്കുന്ന പോലെ നീ മരണം ആസ്വദിക്കേണ്ടവനാണ്. وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ. എന്നിട്ട് ഖിയാമത്ത് നാളിൽ ഈ ദുനിയാവിൽ ലഭിച്ച മുഴുവൻ നിമിഷങ്ങൾക്ക്, ആയുസ്സിനെ കുറിച്ച് പൂർണ്ണമായ പ്രതിഫലം നൽകുന്ന ഒരു നാള് വരാനുണ്ട്. فَمَنْ زُحْزِحَ عَنِ النَّارِ. അന്നേ ദിവസം ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, വഉദ്ഖിലൽ ജന്ന, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി. ദുനിയാവിലെ വിജയങ്ങളും നേട്ടങ്ങളും നമുക്ക് എത്രമാത്രം താല്പര്യമുണ്ട് സഹോദരങ്ങളെ. അതൊക്കെ നശിക്കുന്ന ഈ ലോകത്തിന്റെ വിഭവങ്ങളാണ്. പരലോകത്ത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സ്വർഗം നേടിക്കഴിഞ്ഞാൽ, അതിന്റെ സുഖങ്ങൾ അവൻ ആസ്വദിക്കാൻ തുടങ്ങിയാൽ, അവനാണ് യഥാർത്ഥ വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ ഒന്ന് തുറന്ന് വായിച്ചു നോക്കൂ. ഒരൊറ്റ ആയത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഞാൻ ഇതിന് യോഗ്യനായിട്ടുണ്ടോ? ഞാൻ ഈ ആയത്തിന്റെ അർത്ഥത്തിന്റെ വിശദീകരണത്തെ ഉൾക്കൊണ്ടവനായിട്ടുണ്ടോ? ഞാൻ മരിക്കേണ്ടവനാണ്. സിഗരറ്റ് വലിച്ചുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന മനുഷ്യ, നീ ഒന്ന് ചിന്തിക്കേ. ഈ ജീവിതം തകരാൻ പോകുന്ന, തീർന്നുകൊണ്ടിരിക്കുന്ന ലോകത്താണ്. മദ്യപിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, പലിശക്കാരെ, കഞ്ചാവുകാരെ, അനാവശ്യങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നവരെ, ജനങ്ങളെ പറ്റിക്കുന്നവരെ, ഈ ദുനിയാവ് തീരുന്ന ലോകമാണ്. എല്ലാം അവസാനിക്കുന്നതാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്ത് റഹ്മാനിൽ അല്ലാഹു തആല നമ്മളെ പറയാണ്, എല്ലാം നശിക്കുന്നതാണ്. അവസാനം അല്ലാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റൊന്നും ഉണ്ടാകില്ല. ഇനി എന്തു ചെയ്യാനാ മനുഷ്യർ? എന്ത് ഈ ദുനിയാവിൽ ചെയ്യണം? അവൻ ഒരുങ്ങണം.
വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ ഒരു സ്വർഗത്തിലേക്ക് അവൻ ധൃതിപ്പെട്ട് മുന്നോട്ട് വരണം. അള്ളാഹുവിന്റെ പാപമോചനത്തിന്റെ വിശാലമായ ലോകത്തേക്ക് അവൻ മുന്നോട്ട് വരണം. നന്മകളിൽ അവൻ മുന്നിട്ട് മത്സരിക്കുന്നവനാകണം. എന്തിനാണ്? ഈ ദുനിയാവുന്ന മനുഷ്യൻ വിട പറഞ്ഞു. ഒരു ദിവസം അയാൾ മരിച്ചു എന്ന വാർത്ത നാട്ടിൽ പരക്കും. വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചിത്രമുള്ളതോ ചിത്രമില്ലാത്തതോ, നമ്മുടെ വീഡിയോകളോ ഓഡിയോകളോ മെസ്സേജുകളോ ആയിക്കൊണ്ട് നമ്മുടെ മരണ വാർത്ത ഇങ്ങനെ പരക്കും. എന്നാണ് വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടുന്നാ മരിക്കുക ഒരാൾക്കും പറയാൻ പറ്റൂല. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ആ സ്ഥലത്തേക്ക് പോവില്ല. ആ തീയതി അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ദിവസത്തിന് മുമ്പ് അവൻ പലതും കരുതി വെക്കുമായിരുന്നു. പക്ഷേ ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ അവന്റെ ജീവിതത്തിൽ അവന്റെ അടുത്ത് മാലാകമാര് വരും. ഏത് മാലാകമാർ? കുല്യ തവഫാകും മലകുൽ മൗതില്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. സൂറത്തു സജദയിൽ അല്ലാഹു പറയാ, മരണത്തിന്റെ മാലാഖ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമ്പൂർണമായ നിങ്ങളുടെ ജീവനെ ഏറ്റെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം അത് നടക്കും. കണങ്കാലും കൂട്ടിപ്പിഴയും. ഒരാൾക്കും നമ്മുടെ ജീവനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ശ്വാസം തിരിച്ചു തരാൻ കഴിയില്ല. വൃദ്ധനായ മാതാവിനെ കട്ടിലിൽ കടത്തിയിട്ടുണ്ട്. മക്കളും പേരക്കുട്ടികളും ഒക്കെ ചുറ്റും കൂടി വെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. സംസം ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. കലിമ ഉച്ചരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. തൊണ്ടക്കുഴിയിൽ മരണത്തിൻ്റെതായ എല്ലാ ബേജാറുകളും ഇങ്ങനെ വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. കോടികൾ ആസ്തിയുള്ള സമ്പന്നരെ, നിന്റെ സമ്പത്ത് കൊണ്ട് നിന്റെ പിതാവിന്റെ ശ്വാസം തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അധികാര കസേരയിൽ നെഞ്ചു വിരിച്ചിരിക്കുന്നവരെ, പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളുടെ 4 വയസ്സുകാരന്റെ 5 വയസ്സുകാരൻ മുന്നിൽ കടന്ന് ശ്വാസം മുട്ടിക്കൊണ്ട് ജീവിതത്തോട് വിട പറയുന്ന നേരത്ത് തോന്നിപ്പോകും, എന്തു വേണമെങ്കിലും തരാം, എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? മരണത്തിന്റെ വിധിയെ തടുക്കാൻ ലോകത്തൊരു ടെക്നോളജിയും വളർന്നിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ ലോകത്ത് നമ്മൾ ഒരുപാട് ഡെവലപ്മെന്റ് കാണുന്നുണ്ട്. പക്ഷേ ഈ മരണം എന്ന പ്രതിഭാസത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് മരണത്തെ കുറിച്ച് മാത്രമല്ല, അത് കഴിഞ്ഞാൽ ഒരു ജീവിതം വരാനിരിക്കുന്നു, അതിനെക്കുറിച്ചാ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും നാട്ടിലത്തെ എല്ലാ പാർട്ടിക്കാർക്കും വരണ വാക്കാ. പക്ഷേ ഖുർആൻ പറഞ്ഞു അവിടെ തീരൂല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവരുടെ പിന്നിൽ ഒരു മറ വരാൻ പോവാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ബർസഖിന്റെ കാലം ലോകത്തവർ കിടക്കേണ്ടി വരും. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വർഷങ്ങളായി ബർസഖിലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 5000 മേലെ വർഷമായി ബർസഖിലാണ്. ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വിരിമാറിൽ കിടന്നുകൊണ്ട് അവസാനത്തെ ജീവിത രംഗങ്ങൾ അലങ്കരിച്ചു. അവിടെ തന്നെ മറവ് ചെയ്ത് ഷറഫാക്കപ്പെട്ട ആ ശരീരത്തെ അവിടേക്ക് മറവ് ചെയ്തത് 1400 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ബർസഖിലാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട ബാപ്പുകാരണവന്മാര്, നേതാക്കന്മാര്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ 100-300 കൊല്ലങ്ങളായി നമ്മുടെ ഖബർസ്ഥാനിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതുപോലെ നമ്മളും ഒരു ദിവസം പോയി ആ ഖബറിനകത്ത് കിടക്കാനുള്ളവരാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നമ്മൾ വലിയ മേനി പറഞ്ഞു നടക്കുക,
പൊങ്ങച്ചം പറഞ്ഞു നടക്കുക. നമ്മൾ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പണത്തിന്റെയും ബിസിനസിന്റെയും പേര് പറഞ്ഞ് പ്രൗഢി പറഞ്ഞ് നടക്കുന്നവരെ ആ 6 അടി മണ്ണ് വരെ മാത്രമേ അതിനായുസുള്ളൂ. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതുവരെയും സുഖമായി വാഹനമോടിച്ച മനുഷ്യനെ ചുമന്ന് കൊണ്ടുപോവുകയാണ്. എത്രയോ ആസ്തിയുള്ള മനുഷ്യന്റെ കരങ്ങളിലേക്ക്, കഫൻ പുടവയിലേക്ക് നമ്മൾ ആരും കാശ് തിരികെ വെക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ, വാച്ച്, മോതിരം എല്ലാം മറ്റുള്ളവർക്ക് കൈമാറുകയാണ്. പറ്റാവുന്ന വസ്ത്രങ്ങളൊക്കെ പാകമായ ആളുകൾക്ക് ഇടാൻ കൊടുക്കുകയാണ്. സമ്പത്ത് ഓഹരി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാം കഴിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ അവസാനിക്കൂല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോ കരഞ്ഞുപോയി, കിടുങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിലേക്ക് ചെന്ന് ജനാസയെ മറവ് ചെയ്യുന്ന രംഗം കണ്ട സ്വഹാബത്ത് പറയാണ്, ആ ജനാസ ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഇരുന്നിരുന്ന സ്ഥലം മണ്ണ് പോലും നനയാൻ മാത്രം ഇരുന്ന് കരയുമായിരുന്നു. എന്റെ ഖബർ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ്. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ പരലോകത്തെ ഭവനത്തിന്റെ 1ാമത്തെ ഭവനമാണ്. അവിടെ രക്ഷപ്പെടണം. അവിടെ രക്ഷപ്പെട്ടവർക്കേ ആയുസുള്ളൂ. അവിടെ സുഖിക്കാൻ കഴിയണം. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണാൻ കഴിയണം ഇൻഷാ അല്ലാഹ്. അതിന് ഉപകരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ഇസ്ലാമിന്റെ ചില പ്രമാണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആരെയും തോൽപ്പിക്കാനോ വിമർശിക്കാനോ വെല്ലുവിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നുമല്ല. ആരിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതെ ഒരു നന്ദി വാക്കോ പ്രശംസയോ സമ്പത്തോ പ്രതീക്ഷിക്കുന്നില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം പ്രതീക്ഷിക്കുന്നില്ല. ഈ സത്യം നിങ്ങളോട് പറയലാണ്, പ്രമാണങ്ങൾ സംസാരിക്കലാണ്, ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ പഠിച്ച കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരവസാന ഭാഗം എന്ന നിലക്ക് വളരെ ശ്രദ്ധയോടെ ഇതിൻ്റെ അവസാന സംസാരം നന്ദി പറയുന്നതുവരെ നിങ്ങൾ ഈ സംസാരം ശ്രദ്ധിക്കണമെന്നും, ഞാൻ പറയുന്ന ആയത്തുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ അതല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ സംശയമുണ്ടെങ്കിൽ നോട്ട് ചെയ്യാനും എഴുതി വെക്കാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ, പഠിക്കേണ്ടതുണ്ടെങ്കിൽ, ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ സംഘാടകരുമായി വീണ്ടും നമുക്ക് ബന്ധപ്പെടാം, സംസാരിക്കാം. പുസ്തകങ്ങളോ മറ്റോ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ, പരിഭാഷകൾ ആവശ്യമുണ്ടെങ്കിൽ, പ്രസ്ഥാനിക ബന്ധുക്കൾ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരുമായി നിങ്ങൾക്ക് വീണ്ടും കോണ്ടാക്ട് ചെയ്യാം. അതെല്ലാം ഒരു നസീഹത്തോടെ, നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഗുണകാംക്ഷയുടെ മനസ്സോടെ ഈ പ്രസ്ഥാന സഹോദരങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാഹു ഇതിൻ്റെ സംഘാടകർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ 2 സ്ഥലവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഇവിടെ ഇരിക്കാൻ സജ്ജമാക്കി തന്ന ഇതിൻ്റെ ഓണർമാരായ ആളുകൾക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കാത്തും ഫضലുകളും നൽകുമാറാകട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വച്ചത്, നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ നിസ്സഹായരായ ഒരു ചെറിയ സൃഷ്ടിയാണ്. സ്വന്തം ആയുസിന്റെ കാര്യത്തിൽ പോലും തൊട്ടടുത്ത മിനിറ്റുകൾ, സെക്കൻഡ് പോലും ഗ്യാരണ്ടി ഇല്ലാത്തവനാണ്. ജീവിക്കുന്നു എന്ന് പറയുന്ന നമ്മളൊക്കെ ഏത് സമയത്തും ഇവിടുന്ന് ഈ ലോകത്ത് ഞാൻ ഒരുങ്ങേണ്ടവനാണ്. നന്മയിൽ മുന്നിട്ട് കൊണ്ടുവന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം കണ്ടെത്തി ഇസ്ലാമിന്റെ ശരിയായ ഹുദയിലേക്ക് വന്ന് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഒരു നല്ല മരണത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം. നല്ല ജീവിതമുണ്ടെങ്കിലേ നല്ല മരണം ഉണ്ടാവൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ സന്ദർഭങ്ങളിൽ ഓർമ്മപ്പെടുത്തി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ,
നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ. മുസ്ലിമായി ജീവിക്കണം. അപ്പോഴേ ഏത് സമയത്തും മരണം വരുമ്പോൾ മുസ്ലിമായി മരിക്കാൻ കഴിയൂ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പോലും ജീവിതത്തിൽ ഒരു പ്രവാചകനായിട്ട് പോലും അള്ളാഹുവോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹമായിരിക്കണം അത്. അള്ളാഹുവേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളിൽ എന്നെ ചേർക്കുകയും ഞങ്ങളെ ചേർക്കുകയും ചെയ്യണേ. എങ്കിൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചു ഇവിടുന്ന് പോകുമ്പോ നമ്മളൊക്കെ ഏത് രൂപത്തിലാ മരിക്കേണ്ടത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്ക്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നീ റബ്ബിലേക്ക് മടങ്ങിവായോ, സ്വർഗത്തിലേക്ക് മടങ്ങിവാ, നീ സന്തോഷത്തിലേക്ക് അല്ലാഹുവിന്റെ റാളിയത്തിലേക്ക് മടങ്ങിവാ എന്ന് സ്നേഹത്തോടെ മാലാഖമാരുടെ സന്തോഷ പ്രകടന വിളികളാൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ കഴിയണം. ഇവിടുന്ന് മരിച്ച് നമ്മുടെ ജനാസ കൊണ്ടുപോകുമ്പോ നല്ല ഒരു മനുഷ്യനായിരുന്നു, നല്ല ഈമാനുള്ള മനുഷ്യനായിരുന്നു, അന്ധവിശ്വാസത്തിന്റെ മാറാപ്പ് പാണ്ഡങ്ങൾ ചുമക്കാത്തവനായിരുന്നു, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാത്തവനായിരുന്നു, അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവനായിരുന്നു, സുന്നത്ത് പാലിക്കുന്നയാളായിരുന്നു, ദീനിനോട് താല്പര്യമുള്ളയാളായിരുന്നു, കുടുംബത്തിൽ മാന്യനായിരുന്നു, കച്ചവടത്തിൽ മാന്യനായിരുന്നു, ശുദ്ധനായിരുന്നു എന്ന് പറയാൻ മാത്രം ജനങ്ങളുടെ സമ്മതി പോലും നാം മരിച്ചു കഴിഞ്ഞാലും നമ്മളെ കുറിച്ച് ഒരുപാട് നല്ലത് പറയാൻ ബാക്കിയാക്കി ഇവിടുന്ന് പിഴ പറയാൻ സാധിക്കണം. എടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, അവിടെ മറവ് ചെയ്യുകയാണ്. എത്ര എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, എത്ര സൗകര്യമുള്ളവരാന്ന് പറഞ്ഞാലും, ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോ 3 കാര്യങ്ങളാണ് അവനെ പിൻപറ്റുന്നത്, അവന്റെ പിന്നാലെ ഉണ്ടാകുന്നത്. അഹ്ലുഹു, അവന്റെ കുടുംബക്കാരാണ്. ഒഴിഞ്ഞിക്കാൻ കഴിയില്ലല്ലോ. ബന്ധുക്കളൊരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നമ്മൾ അവിടെ എത്തണമല്ലോ, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധയുണ്ടാകുമല്ലോ. ആ മയ്യത്തിന്റെ അഹിലുകാരായ കുടുംബക്കാര്, എളാപ്പമാര്, മൂത്താപ്പമാര്, അമ്മോശൻ, എങ്ങനെ ബന്ധുക്കൾ എല്ലാവരും ആ ജനാസന്റെ പിന്നിൽ പോകുമ്പോ അദ്ദേഹത്തിന്റെ സമ്പത്ത്, മക്കളടങ്ങുന്ന, ശിഷ്യന്മാരടങ്ങുന്ന, സുഹൃത്തുക്കളടങ്ങുന്ന, പരിചയക്കാരടങ്ങുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും. ആ സ്നേഹത്തിന്റെ പിറകിൽ ആ മനുഷ്യനൊന്ന് മരിച്ചു എന്ന വാർത്ത അറിയുമ്പോൾ എല്ലാം മറന്ന് ലീവെടുത്ത് ഷട്ടർ താത്തിയിട്ട് അവരാ നമസ്കാര സമയത്ത് അവിടെ എത്തേണ്ടവരാണ്. 3-ാമത്തെ ഒന്ന് നമ്മൾ കാണുന്നുണ്ടോ? അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ കൂടെ പോകുന്നുണ്ട്, അതാരും കാണുന്നില്ല. അതിൽ 2 മടങ്ങി വരികയാണ്. ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. ഏതാ 2 മടങ്ങിപ്പോരുന്നത്? ഇത്രയും കാലം താൻ നോക്കി വളർത്തിയ, സ്നേഹിച്ച, ചുംബനമർപ്പിച്ച പ്രിയപ്പെട്ട മക്കൾ തിരിച്ചു പോരുകയാണ്, മാതാപിതാക്കൾ തിരിച്ചു പോരുകയാണ്, ബന്ധുക്കൾ തിരിച്ചു പോരുകയാണ്, പരിചയക്കാരും ചങ്കുകളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോരുമ്പോ ഒരെണ്ണം നമ്മുടെ കൂടെയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയോ? ആ ഒരെണ്ണം ഏതാ? യബ്ഖാ അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളാണ് ഇനി അവന്റെ കൂടെ ഉണ്ടാവുക. ആ പ്രവർത്തനങ്ങൾ ഒരാളിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാൻ വേണം. ഈമാനോടുകൂടെ ചെയ്തവനെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂ. സഹോദരങ്ങളെ, ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ തിരിച്ചു പോരുകയാണ്. പിന്നെ അവിടെ നടക്കുന്നത് പഠിപ്പിച്ചു തരേണ്ടതാ റസൂലുള്ളാഹി. മറ്റൊരാൾക്കും അത് അറിയാൻ കഴിയൂല. ആരും മരിച്ചവരാരും രണ്ടാമത് പുറത്തു വന്ന് പഠിപ്പിച്ചു തരാൻ വരൂല. അതുകൊണ്ട് ആ നബിതങ്ങൾ പഠിപ്പിച്ചു തന്നു നമുക്ക്. അവിടെ അതാ മലക്കുകൾ 2 പേര് വരികയാണ്, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്, അവനോട് ചോദിക്കുകയാണ്, മൻ റബ്ബുകാരാ, നിന്റെ റബ്ബ്? പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചിട്ട് ധാരാന്ന് ചോദിക്കുന്നുണ്ട്. ഖുർആനിന്റെ സമീപന രീതികളോട് നീ എന്തിനെ മാതൃകയാക്കി ജീവിച്ചു എന്ന ചോദ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാകണം.
ഇത്രയാണ് നമുക്ക് ഈ സംസാരത്തിൽ ചുരുക്കി പറയാനുള്ളത്. എന്റെ ഖബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷമുള്ള എന്റെ ലോകത്ത് എനിക്ക് ഏറ്റവും സന്തോഷകരമായി രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണുന്ന ഒരു മനുഷ്യനാകാൻ ഈ ജീവിതം കൊണ്ട് സാധ്യമാകണേ എന്ന ഉറച്ച തീരുമാനം എടുക്കാനാണ് ഈ തസ്ബിഹ സമ്മേളനം. ആദ്യത്തെ ചോദ്യം റബ്ബാരാണെന്നാണ്. എന്ത് മറുപടി പറയും? എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് സാധ്യമാകുമോ? നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതിന് എന്റെ റബ്ബ് അള്ളച്ച് വിശ്വസിക്കുന്നുള്ള എത്ര പേര് നമുക്ക് പറയാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഇവിടെ വിചാരണയില്ല, ഇവിടെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഖബറിലേക്ക് ഇറക്കി വെച്ച മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക്, മലാഖമാരുടെ ചോദ്യങ്ങൾക്ക് എന്റെ റബ്ബല്ലയാണെന്ന് പറയാൻ ഇന്ന് നമുക്ക് സാധ്യമാകണമെങ്കിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ നന്നായി അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം. അള്ളയാണ് ആരാധ്യൻ, അവനല്ലാതെ ഒരാരാധ്യനില്ല. എന്റെ റബ്ബ് അള്ളയാണ്, അവനാണ് ഖാലിഖു കുല്ലി ശൈ, ഒരാൾക്കും പങ്കില്ല. സമീഉൻ ബസീർ, എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്നത് എന്റെ റബ്ബാണ്, എന്റെ പടച്ചവനാണ്. അവൻ അഹദാണ്, സമദാണ്, ഏകനാണ്, അവൻ ആശ്രയക്കാരനില്ല. അവനാണ് ലോകത്തിന്റെ നിയന്താവ്, മറ്റൊരാൾക്കും ലോകം നിയന്ത്രിക്കാൻ കഴിവില്ല. എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിനെ ശരിക്ക് വിശ്വസിച്ചെങ്കിലേ പറയാൻ പറ്റൂ. ശരിയല്ലേ? ആർക്കും നിഷേധിക്കാൻ കഴിയാം? ആർക്കും സാധ്യമല്ല. എന്നാൽ നമുക്ക് ശരിക്ക് വിശ്വാസമുണ്ടോ? നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഫാത്തിഹ പോലും അർത്ഥമറിഞ്ഞാണോ പഠിച്ചാണോ നമ്മൾ ചൊല്ലുന്നത്? ഇന്ന് ഇശാ നമസ്കരിച്ചപ്പോ നമ്മൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്ത് 4 റക്അത്തിലായി 4 തവണയെങ്കിലും ചുരുങ്ങിയത് ഈ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവ് അല്ലാഹുവായ റബ്ബിനാണ് ഞങ്ങളുടെ സ്തുതി. അവനാരാണ്? റഹ്മാനാണ്, റഹീമാണ്. അവനാരാണ്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു പ്രതിജ്ഞയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, കാരുണ്ടെങ്കിൽ പൊന്നാനി മഖ്ദൂമിയുടെ കൂറ്റനാട് മുസ്ലിയാരുടെ പരിഭാഷയുണ്ട്. എന്താ അർത്ഥം? അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ വാക്ക് പറഞ്ഞ നിബന്ധന നമ്മൾ പാലിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് ബദരീങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, മുഹിയുദ്ദീൻ ശൈഖേ ഞങ്ങളടുത്ത് ഹാജറായി വന്ന് പരിഹാരം ഉണ്ടാക്കി തരണേ, റിഫായി ശൈഖേ ഞങ്ങളെ കാത്തോളണേ, CM മടവൂരെ നിങ്ങളല്ലാതെ ഞങ്ങൾക്കൊരാളും രക്ഷിക്കാനില്ല. എന്റെ വാക്കല്ല, മലയാള പ്രഭാഷണങ്ങൾ ഇന്ന് ഏതൊരാൾക്കും സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, അള്ളാഹുവിനെ വിശ്വാസമുള്ള ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാവിൽ പറയാൻ പറ്റാത്ത പലതും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ദിനേന ഓതിക്കൊണ്ടിരിക്കുന്ന ചുരുങ്ങിയത് 8 തവണ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുൽ കുർസി എന്താ പറയണത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കടയിൽ കെട്ടിത്തൂക്കി വെക്കാനുള്ളതല്ല, വാഹനത്തിൽ സ്റ്റൈലിന് വെക്കാനുള്ളതല്ല, വീട്ടിൽ ഭംഗിക്ക് വെക്കാനുള്ളതല്ല. മനസ്സിനകത്ത് കുറിച്ചങ്ങ് വെച്ചോ, അള്ളയല്ലാതെ ആരാധ്യനില്ല. അവനാരാണ്? എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, കയ്യൂമായ സർവനിയന്താവായവനാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവനുള്ളതാണ്. അവന് ഉറക്കമില്ല, മയക്കമില്ലാത്തവനാണ്. വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നിങ്ങളുണ്ട്. CM മടവൂർ എന്ന ചിറ്റടി മേച്ചൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സൃഷ്ടി, കോഴിക്കോട് ജില്ലയിൽ മറവ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇപ്പൊ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് കേട്ടിട്ട് ഇവിടെ പ്രതികരിച്ച എത്ര മുസ്ലിം സംഘടനകൾ ഉണ്ടായിരുന്നു. നമുക്ക് യാതൊരു താല്പര്യങ്ങളുമില്ല, ഇത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം തന്നെയാണ്. ഒരിക്കലും ഈ ഇതിനു മുമ്പുണ്ടായിരുന്ന എത്രയെത്ര അമ്പിയാക്കന്മാർ, അവരാരും പറഞ്ഞിട്ടില്ലാത്തൊരു വാദഗതിയാണ്. ഇതാദ്യമായി കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഷിയാക്കൾ പറഞ്ഞു ലോകത്തിന്റെ ഖുതുബ് അച്യുതണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്ന വാദം ആദ്യം കൊണ്ടുവന്നത് ഷിയാക്കളാണ്.
ശേഷം അത് പറഞ്ഞു, നബിതങ്ങൾ മരിച്ചാൽ ലോകത്തിന്റെ നിയന്ത്രണം അടുത്ത ഖുതുബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കറിനെ പറ്റൂല, ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ പറ്റൂല. അതുകൊണ്ട് പറഞ്ഞു അലിയാണ് ലോകനിയന്ത്രണമുള്ളയാള്. അത് പതുക്കെ പതുക്കെ ബറേൽവികളും ഷിയാക്കളും ഒക്കെ സൂഫികളും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. പതുക്കെ നമ്മുടെ നാട്ടിലും പറയാൻ തുടങ്ങി, മലയാളികളെയും പറ്റിച്ചു തുടങ്ങിയിട്ട് പറഞ്ഞു ഇപ്പൊ പുതിയ വാദമാണ്. ഈ നിങ്ങൾ 10-50 കൊല്ലം മുമ്പ് 40 കൊല്ലം മുമ്പ് കേൾക്കാത്തൊരു വാദമാണ്. ഈ മനുഷ്യരാണ്, ഔലിയാക്കന്മാരാണ്, മഹാന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയാൻ എങ്ങനെയാ സാധിക്കുന്നത്? ശരി, പറഞ്ഞു പോയി. തിരുത്തിപ്പിക്കേണ്ടത് ആരാണ്? പണ്ഡിതന്മാരാണ്, ന്യായീകരിക്കാണ്. ആരും സമ്മതിക്കണില്ല. ആയത്തോതുകയാണ്, മനുഷ്യരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ. ഖുർആനിലെ ഫൽ മുദബ്ബിറാത്തി അംറാ ആയത്തോതിട്ടാ പറയണത് ഔലിയാക്കന്മാരാണ്. പല നിങ്ങൾ നമ്മളൊക്കെ ദിനം പതിവായി ഓതേണ്ടുന്ന സൂറത്തുൽ മുൽക്ക്, അതിന് ഒന്നാമത്തെ ആയത്ത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലോകത്തിന്റെ മുഴുവൻ ആധിപത്യവും അധികാരവും അവന്റെ കരങ്ങളിലാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി, ആകാശലോകത്തുനിന്ന് ഭൂമി ലോകം നിയന്ത്രിക്കുന്നത് അവനാണ്, അള്ളയാണ്. എന്നിട്ട് നമ്മൾ പറയാണ് ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് പോലും നമുക്ക് പറയാൻ പറ്റുമെന്ന് ആലോചിക്കുക. CM സ്മരണിക എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു, ആരാണ് CM മടവൂര്? തുരുതുരാ സിഗരറ്റ് വലിക്കുമായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, നമസ്കരിക്കാറില്ല, ജുമാക്ക് പോകാറില്ല, നോമ്പ് നോൽക്കാറില്ല, കുളിക്കാറില്ല. ഇതാണ് ഒരു മനുഷ്യൻ ലോകം നിയന്ത്രിക്കാനുള്ള ക്വാളിഫിക്കേഷൻ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ലോകം നിയന്ത്രിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. ഇബ്രാഹിം നബിയാണ് ലോകം നിയന്ത്രിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേൾക്കൂല. ഇസ്ലാമിലില്ല. എന്നിട്ട് നമ്മൾ പറയുന്നു അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ ശരിയാവാ? നമുക്ക് എങ്ങനെ ഉത്തരം പറയാൻ കഴിയാ? എന്തൊക്കെ പറഞ്ഞു സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കേൾക്കാണ്. ആകാശലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഫ്ലൈറ്റ് ഇടിച്ചു വീണാൽ CM മടവൂര് ഉറങ്ങാന്ന് വിചാരിച്ചാ മതി. അതുകൊണ്ടാണ് ഒരു ഈല ലോകത്തിന്റെ എവിടെയെങ്കിലും ഒഴുകി താഴേക്ക് വീണാൽ അത് CM മടവൂര് അറിയുമെന്നാണ് തങ്ങൾമാര് ഉസ്താദുമാർ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. എല്ലാം അറിയും. മഴ പെയ്യിപ്പിക്കുന്നത് CM മടവൂരാണ്. കുട്ടികളെ കൊടുക്കുന്നത് CM മടവൂരാണ്. എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് പറയാനും പ്രസംഗിക്കാനും ചാനൽ തുടങ്ങിയ മനുഷ്യന്മാരുണ്ട്. അത് പറയാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് ഞാൻ പറയാ, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. അള്ള നിയന്ത്രിക്കുന്ന പോലെ, അള്ള രോഗം മാറ്റുന്ന പോലെ, അള്ള മഴ പെയ്യിപ്പിക്കുന്ന പോലെ, അള്ള അറിയുന്ന പോലെ ഇന്ന ആളുകളൊക്കെ അറിയുമെന്ന് പറഞ്ഞാൽ അത് സമന്മാരാക്കലാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്, പറ്റൂലാത്. മാത്രമല്ല അള്ളാഹ്ക്ക് സമന്മാരുണ്ടോ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ലം യലിദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് കുഫുവത്ത്, അവന് സമാനരായി ഒരാളും തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്? ഈ അബദ്ധമായ ധാരണകളെ തിരുത്തണം. അതൊരു പ്രസ്ഥാനം പറഞ്ഞതുകൊണ്ട് പ്രസ്ഥാനത്തിനെ വിമർശിക്കണ്ട. അതൊരു ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നോട് ദേഷ്യം ഉണ്ടാവണ്ട. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ഹക്കാണ്. ഒന്ന് പഠിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി മാത്രമല്ല, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറയണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറണം. ഒന്നാമത്തെ കൽപ്പന അതല്ലേ? മനുഷ്യന്മാരോടുള്ള പ്രധാനപ്പെട്ട കൽപ്പന അതല്ലേ? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ ഒരാളോടും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇൻസ് വർഗത്തോട്, ജിന്ന് വർഗത്തോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
അവനെ ആരാധിക്കാനല്ലാതെ മരങ്ങളെ ആരാധിക്കാൻ, മഹാന്മാരെ ആരാധിക്കാൻ, മക്ബറകൾ പൂജിക്കാൻ, ദർഗകളെ ആരാധിക്കാൻ, കല്ലുകളെ, മരങ്ങളെ, ചെടികളെ, വനങ്ങളെ, വേരുകളെ ആരാധിക്കാൻ അള്ളാന്റെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. സംശയമില്ല. ആർക്കാണ് ഇതില് സംശയിക്കാനുള്ളത്? പക്ഷെ പ്രശ്നം എന്താണ്? ഇവിടെയാണ് വ്യക്തമായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കണം ആരെ? ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണോ അവനെ ആരാധിക്കണം. ഇബ്രാഹിം നബി ആരാണോ സൃഷ്ടിച്ചത്, ഇബ്രാഹിം നബി അവരെയാണ് ആരാധിക്കേണ്ടത്. ഈസാ നബി ആരാണോ സൃഷ്ടിച്ചത് അവനെയാണ് ആരാധിക്കേണ്ടത്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും അവിടുത്തെ ഉമ്മയും ആരാണോ സൃഷ്ടിച്ചത് സൃഷ്ടാവിനെ ആരാധിക്കാൻ പാടൂ. ഒരു സൃഷ്ടിയെയും മറ്റൊരു സൃഷ്ടി ആരാധിക്കാൻ പറ്റില്ല. എത്ര വ്യക്തമാണ് ഇസ്ലാം, എന്ത് സിമ്പിളാണ്, ആർക്കാ തിരിയാത്തത്? ഇനി വ്യക്തമാക്കി പറയാണ്, അള്ളാനെ ആരാധിക്കണം. എന്തിനെ അള്ളാനെ ആരാധിക്കണം? അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അവനാണ്. വേറെ ഒരാൾക്കും ഒരു ഉറുമ്പിനെ സൃഷ്ടിക്കാൻ കഴിയില്ല, ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയൂല. ഏത് നബിയാവട്ടെ, ഏത് മഹാന്മാരാവട്ടെ, അവർക്ക് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ചില മുഅ്ജിസാത്തുകൾ ഉണ്ടെങ്കിലും സ്വമേധയാൽ സ്വന്തമായി ഒരു ആറ്റം സൃഷ്ടിക്കാൻ പോലും അവരെ കൊണ്ട് സാധ്യമല്ല. എന്നിട്ടല്ല പറഞ്ഞു, സൃഷ്ടിക്കുന്നവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. സൃഷ്ടികൾ ഒരിക്കലും മറ്റു സൃഷ്ടികളെ ആരാധിക്കുന്നത് അനുവദിച്ചു കൊടുത്തില്ല. അതിന് പറയുന്ന പേരാണ് ശിർക്ക്, ബഹുദൈവ വിശ്വാസം. അത് പറ്റുമോ? ഒരു മനുഷ്യന്റെ കൊലപാതകത്തെക്കാൾ, 100 ആളെ കൊന്നവനേക്കാൾ, പലിശയേക്കാൾ, ഒരുപാട് സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഏഷണിയേക്കാൾ, പരദൂഷണത്തെക്കാൾ, മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത് എണ്ണി പറഞ്ഞത് ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറയുന്നതാണ് മഹാപാപം. അത് അള്ളാഹുവിന്റെ ആരാധനയിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റൊരാളോട് പ്രാർത്ഥിക്കും, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കും, അള്ളാഹുവിന്റെ കഴിവുകൾ, വിശേഷണങ്ങൾ മറ്റൊരാൾക്ക് വെച്ചുകൊടുക്കും. ഇത് പറ്റൂല. ഇതെന്താ കുഴപ്പം? ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ഏതെങ്കിലും പുസ്തകമല്ല പറയുന്നത്, അള്ളാന്റെ ഖുർആനിലെ ആയത്തുകളാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ആപ്പുകൾ പരിശോധിച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. നമ്മളായാലും ഏത് പ്രസ്ഥാനമായാലും, മക്കക്കാരായാലും മദീനക്കാരായാലും ഔലിയാക്കന്മാരായാലും എത്രത്തോളം നബിമാരോട് പോലും പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ആ മഹാന്മാരായ പ്രവാചകന്മാർ ആരെങ്കിലും ആരാധിച്ച് ശിർക്കില്ലാതെ ജീവിച്ച ഒരാൾക്കേ എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറയാൻ കഴിയൂ. അതുകൊണ്ടാണ് ആ വിഷയം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. ആ ആരാധനകളെല്ലാം അള്ളാഹ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അള്ളാഹുവിനുള്ള പ്രാർത്ഥനകൾ അവന് മാത്രം അർഹതപ്പെട്ടതാണ്. മറ്റൊരാളോടും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂല. പണ്ടൊരു കാലത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ ഇസ്തിഗാസയാണ്, ഞങ്ങൾ തവസ്സുലാണ്, അതൊക്കെ പറഞ്ഞിട്ട് അവര് പ്രാർത്ഥന എന്ന് പറഞ്ഞതിനെ ഒപ്പിച്ചിരുന്നു. അതൊക്കെ പണ്ട്. ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നാ ചോദിക്കണേ? അല്ലേ? നോളജ് സിറ്റി കേട്ടിട്ടുണ്ടല്ലോ, കോഴിക്കോട് ജില്ലയില്. പേര് പറയുന്നത് സ്ഥാപനത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി, അതിന്റെ സംഭവം ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി പറയാ. നോളജ് സിറ്റിക്ക് നമ്പർ കിട്ടാൻ ഒരു വാക്കുണ്ട്. ഞങ്ങൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് നമ്പർ കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നമ്പർ കിട്ടി. ഇസ്തിഗാസ അല്ല, തവസ്സുലല്ല, പ്രാർത്ഥിച്ചപ്പോൾ. കേൾക്ക്. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞിട്ട് ഖലീൽ ബുഖാരി തങ്ങൾ എന്ന നമ്മുടെ ജില്ലക്കാരന്റെ ഒരു സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹജ്ജിന് പോയ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ഹജ്ജിന് പോയി പായക്കപ്പലിൽ കയറി അങ്ങനെ കടലിന്റെ നടുവിലെത്തി. ഞങ്ങൾ മലയാളികളായ കുറെ യാത്രക്കാരൊക്കെ പാടെ പോയിട്ട് അവസാനം ആ കടലിൽ കുടുങ്ങി ആകെ കാറ്റും കോളും അടിച്ചപ്പോൾ കടലിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് എന്ന് പറഞ്ഞ്
കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ യാത്ര സുഗമമായി. പ്രാർത്ഥിച്ചപ്പോൾ എന്നാ പറഞ്ഞത്. മാത്രമല്ല, നൗഷാദ് ഹസനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങളെ നേരെ നബിനോട് തന്നെ പ്രാർത്ഥിക്കും മങ്കൂസ് മൗലൂദ് ഓതിയിട്ട്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? തീർന്നില്ല. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമ്പലക്കടവ് ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, നമ്മൾ അള്ളഹാനോട് പ്രാർത്ഥിക്കണം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഹാന്മാരോട് പ്രാർത്ഥിക്കലാണ് നല്ലത്. എന്നിട്ട് പറഞ്ഞു, അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ KSRTC പോലെയായിരിക്കും യാത്ര. കിട്ടിയ കിട്ടി, എത്തിയ എത്തി. മഹാന്മാരോട് പ്രാർത്ഥിച്ചാൽ ബെൻസ് കാറിൽ പോയ പോലേക്കും. ഇതൊക്കെ മുമ്പ് നടന്ന പ്രസംഗങ്ങളാണ്, കേട്ടിട്ടുണ്ടാവും നാട്ടുകാര്. അന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നല്ലത് ബെൻസ് കാറല്ലേ, അപ്പൊ അതുകൊണ്ട് മഹാന്മാരോട് പ്രാർത്ഥിക്കലാണ് നല്ലത്. അള്ളഹാനോട് പ്രാർത്ഥിക്കണം, കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇനി പറയൂ സുഹൃത്തുക്കളെ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന, നമ്മൾ വരിസംഖ്യ കൊടുക്കുന്ന, നമ്മുടെ മഹല്ലിലെ പ്രിയപ്പെട്ട, നമ്മുടെ ആദരണീയരായ എല്ലാ ബഹുമാനത്തോടെ പറയാ, ഉസ്താദേ ഞങ്ങൾക്ക് ദീന് പഠിക്കണം, ഉസ്താദേ ഞങ്ങൾക്ക് ഖുർആന്റെ അർത്ഥം പഠിക്കണം, ഞങ്ങൾക്ക് യാസീന്റെ അർത്ഥം പഠിപ്പിച്ചു തരണം, ഇവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുത്ബന്റെ അർത്ഥം എന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് മുജാഹിദീങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ ഖുർആനിലുള്ളത്, ഞങ്ങളെ ഖുത്ബന്റെ മലയാളം, ഞങ്ങളുടെ ഇസ്ലാമിലുള്ള ഹദീസുകൾ, അതൊന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. നമ്മുടെ നാട്ടിൽ എന്താ പ്രശ്നം? ഇതിനോടൊന്നും വലിയ താല്പര്യമല്ല. മജ്‌ലിസുന്നൂറുണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാരും ഓടിക്കൂടും. ഖുതുബിയത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിക്കൂടും. ഖുത്തറാത്തീബ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചോര ഒഴുകിയാലും കുഴപ്പമില്ല, കാണാൻ ആള് വരും. പക്ഷേ ദീന് പഠിക്കുന്ന സദസ്സുകൾ പോലും മഹല്ലുകളിൽ നടക്കുന്നുണ്ടോ? എത്ര ആൾക്ക് എഴുന്നേറ്റ് നിന്ന് പറയാൻ വരും? മജ്‌ലിസിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന എത്ര മജ്‌ലിസ് നമ്മുടെ പള്ളികളിൽ നടക്കുന്നുണ്ട്? നബിദിന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. മഹല്ലിൽ നടക്കുന്ന സുബ്ഹ് നമസ്കാരത്തിൽ മഹല്ലിലെ എത്ര പേര് പങ്കെടുക്കാറുണ്ട്? മഹല്ലിൽ നടക്കുന്ന ഇശാ നമസ്കാരത്തിൽ എത്ര യുവാക്കളും ചെറുപ്പക്കാരും പങ്കെടുക്കാറുണ്ട്? ആർക്ക് വേണം? നിസ്കരിച്ചില്ലെങ്കിലും പള്ളിയിൽ ഒന്നിലൊന്നും കുഴപ്പമില്ല, ചടങ്ങിൽ പങ്കെടുത്തിരിക്കണം. അതൊന്നും ആരെങ്കിലും മാറി നിന്നോ, അവൻ പുത്തൻവാദിയായി മുദ്ര കുത്തപ്പെടും. അവൻ മുദ്ര കുത്തപ്പെടും. അതുവരെ ഉപദേശിക്കാൻ വരാത്തവർ അന്ന് ഉപദേശിക്കാൻ വരും. നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തെ, മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുകയും ഒരുപക്ഷെ വൈരാഗ്യത്തോടെ കാണുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു പ്രഭാഷണത്തിന്റെ വ്യക്തി അല്ലെങ്കിൽ ആ സ്റ്റേജിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ കമ്പി എടുത്തുകൊണ്ട് അദ്ദേഹം കയറി വന്നു. സദസ്സിലിരുന്ന് എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി വന്ന് കസേരയിൽ ഇരുന്ന് പ്രസംഗം കേട്ടു. പ്രസംഗം കഴിഞ്ഞ് മുഴുവൻ ഇരുന്ന് കേട്ടപ്പോൾ അദ്ദേഹം കമ്പി സാധനമൊക്കെ പതുക്കെ കസേരന്റെ അടി കിട്ടു. പ്രസംഗം കഴിഞ്ഞിട്ട് പ്രഭാഷകനെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഇങ്ങനെന്നല്ല വിചാരിച്ചത്, ഞങ്ങളോട് ഇങ്ങനെന്നല്ല പറഞ്ഞിട്ട്, നബിയില്ല, നിസ്കാരമില്ല, സ്വലാത്തില്ല, ബദരീങ്ങളില്ല എന്നൊക്കെയാ ഞങ്ങൾ വിചാരിച്ചത്. നിങ്ങൾ ഇതൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഇതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് വീട്ടിൽ പോയി. അതുവരെ ആ മനുഷ്യൻ ഗുണ്ടാ സംഘത്തെ പോലെ പെരുമാറുന്ന ആളായിരുന്നു. പള്ളി പോകൂലായിരുന്നു, നിസ്കാരത്തിന് പോകൂലായിരുന്നു, ഖുർആൻ ഓതൂലായിരുന്നു. ഈ മനുഷ്യൻ നന്നാകാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം മുതൽ പള്ളി പോകാൻ തുടങ്ങി. പാൻറ്റൊക്കെ ഒന്ന്, സ്റ്റൈലൊക്കെ ഒന്ന് മാറി, പതുക്കെ താടിരോമങ്ങളൊക്കെ ഇങ്ങനെ വളരാൻ തുടങ്ങി, സുന്നത്തൊക്കെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് 4-5 കമ്മിറ്റിക്കാർ വന്നു. ഉസ്താദൊക്കെ പാടെ വന്നിട്ട് പറഞ്ഞു, ഉമ്മാനോട്, ഉമ്മ നിങ്ങളുടെ മോൻ പഴച്ചിരിക്കണു. ഇതുവരെ മനുഷ്യൻ പള്ളി പോയിരുന്നില്ല, നിസ്കരിച്ചിരുന്നില്ല, ദുൽമ ചെയ്ത് നടക്കായിരുന്നു. ഒരു മനുഷ്യൻ ഉപദേശിക്കാൻ വന്നില്ല. പള്ളിയും നിസ്കാരും ഇസ്ലാമും സുന്നത്തൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോ വന്നിട്ട് പഴച്ചു. എന്താ പിഴവ്? പുത്തൻവാദിയായിട്ടുണ്ട് എന്നാ പറഞ്ഞു. എന്നാ അങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെ പാലിച്ചു തുടങ്ങിയാൽ ഓനെ നാട്ടിലാണ് ബഹിഷ്കരിക്കും. ഓൻ പുത്തൻവാദിയായിട്ടുണ്ട്. ഓങ്ങനെ പെണ്ണുങ്ങളമാര് താട്ടിയൊക്കെ തന്നെ വടിച്ച് ക്ലീൻ ഷേവൊക്കെ ഇങ്ങനെ ചെത്തിപ്പൊളിച്ച് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യും. ഓന് ശരിക്കൊരു അഹ്ലുസുന്ന കേട്ടോ. പള്ളി പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യന്മാര് ഒരു തെറ്റായ ധാരണകൾ എന്തൊക്കെയോ മനസ്സിൽ കൊണ്ടു സൂക്ഷിച്ചുകൊണ്ട് അതുമായി നടക്കുന്നവരോടാ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ നിങ്ങളുടെ ഹൃദയം തെളിയും. അതിന്റെ അർത്ഥം പഠിച്ചാൽ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ മനുഷ്യരെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. അത് തുറന്ന് പഠിക്കണം. അതിൽ അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയതൊക്കെ ഒന്ന് തുറന്ന് വായിക്കണം. അത് വായിച്ചാൽ നിങ്ങളും സംസാരിക്കാൻ തുടങ്ങും, നിങ്ങളും ഡോർ ടു ഡോറിന് ഇറങ്ങും, നിങ്ങളും മെസ്സേജ് അയക്കാൻ തുടങ്ങും, നിങ്ങളും ഇസ്ലാമികമായ സ്റ്റാറ്റസ് വെക്കാൻ തുടങ്ങും. ഖുർആൻ പഠിക്കാൻ തുടങ്ങിയാൽ
മാറ്റങ്ങൾ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഉമർ മൗലിദല്ല, അബൂബക്കർ മൗലിദുകളില്ല, അതുപോലെ ഉസ്മാൻ മൗലിദില്ല, ഉസ്മാൻ റാത്തീബില്ല, ഉമർ റാത്തീബില്ല. അവർക്ക് കയ്യിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. അവരുടെ മനസ്സുകളെ പ്രകമ്പനം കൊള്ളിച്ച് ദീനിലേക്ക് ഊട്ടി ഉറപ്പിച്ചത്. വിഷയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഖുർആനിനെ പിൻപറ്റാൻ നമുക്ക് സാധ്യമാകണം. അപ്പോഴേ എന്റെ റബ്ബ് പടച്ചോൻ അള്ളയാണെന്ന് പറയാൻ കഴിയൂ. മാത്രമല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ അതിൽ നിന്ന് അഹങ്കരിച്ച് മാറിക്കളഞ്ഞാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കരിച്ച് മാറിപ്പോകുന്നവർ നരകത്തിൽ നിന്ദ്യരായി വീഴുന്നവരായിരിക്കും. ആ നരകം വേണോ? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളെ വിളിച്ചാരാധിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന അവസ്ഥയുണ്ടോ? മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. അവരവരുടെ നാടുകളിൽ പോയിട്ട് സംസാരിച്ചതും ഇതുപോലത്തെ തസ്ബീഹയുടെ സന്ദേശമായിരുന്നു. അള്ളാഹനെ ആരാധിക്കണം. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അവനല്ലാതെ ഇലാഹില്ല, നിങ്ങളെല്ലാവരും അള്ളാഹനെ ആരാധിക്കണം. ഇത് പറയാത്ത നബിമാരുണ്ടോ? എല്ലാ നാട്ടിലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കേരളത്തെ പോലെ ഇവിടെ മദ്യപാനത്തിന്റെ പ്രശ്നമുണ്ട്, ലഹരിന്റെ പ്രശ്നമുണ്ട്. മദ്യപാനത്തിന്റെ കണക്കുകൾ എന്താ? കഴിഞ്ഞ ക്രിസ്മസിന്റെ ഈ 10 ദിവസം കൊണ്ട് ന്യൂ ഇയർ അവസാനിച്ചപ്പോ 543 കോടിന്റെ മദ്യാണ് കുടിച്ചത്. മനുഷ്യന്മാരല്ലേ കുടിച്ചത്? പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം 514 കോടി ഉണ്ടായിരുന്നുള്ളൂ, കൂടി വരികയാണ്. നല്ല വർധനവാണ്. ഗവൺമെന്റ് നല്ല മെച്ചപ്പെട്ടു വരികയാണ്. ലഹരി ഒഴുകിക്കൊണ്ടിരിക്കുക. ലഹരി കേസുകൾ 40,000-ന്റെ മുകളിലാണ് കേസുകൾ. 2016 12,000 14,000 കേസുണ്ടായിരുന്നുള്ളൂ. ലഹരിയും രാസവസ്തുക്കളും ഒഴുകിക്കൊണ്ടിരിക്കുക. വാക്കാലൂരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് മാറിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. മിണ്ടാതെ മൗനം പാലിച്ച് നടക്കുന്ന ഓരോരുത്തരും ഉത്തരവാദികളാണ്. ഈ നാടിന്റെ പ്രശ്നമാണ് ഇത്. ഏതെങ്കിലും ഒരു വ്യക്തിനെ ബാധിക്കുന്നവരല്ല. ഈ നാടിനെ മുഴുവൻ നശിപ്പിക്കാൻ മാത്രം പ്രചോദനമായി ചെറിയ മക്കൾ മുതൽ ഇന്ന് അതിന്റെ അടിപ്പിൽ പെൺകുട്ടികൾ വരെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയാത്തത് കൊണ്ടാ. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അധ്യാപകരോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ പ്രിയപ്പെട്ടവരായ എത്രയോ നല്ല നല്ല ബാപ്പമാരുടെ ഉമ്മമാരുടെ മക്കളുണ്ട് ലഹരി നുകരുന്നുകൊണ്ടിരിക്കുന്ന, കരിയറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് മദ്യം മാത്രമല്ല നമ്മുടെ പ്രശ്നം. ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞ MDMA മാത്രമല്ല നമ്മുടെ പ്രശ്നം. സിഗരറ്റ് വരെ ലഹരിയാണെന്ന് വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ, വാക്കാലൂരങ്ങാടിയിലെ മുസ്ലിങ്ങളായ കച്ചവടക്കാരെ, കഴിഞ്ഞ നാൾ വരെ നിങ്ങൾ അത് വിറ്റിരുന്നവരാണെങ്കിൽ, ഈ സെക്കൻഡിൽ നിങ്ങൾ ആ സാധനം വിൽക്കുന്നവനാണെങ്കിൽ, നിങ്ങൾ വാക്കാലൂരങ്ങാടിയിലെ രഹസ്യമായ അല്ല പരസ്യമായ ലഹരിക്കടത്തുകാരനാണ്. സംശയമില്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്, സ്വന്തം മക്കളെ തീറ്റിപ്പിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യം ഹറാമിലാണ്. 100 കണക്കിന് മനുഷ്യർക്ക് ക്യാൻസർ പകർന്നിട്ട് നീയും നിന്റെ കുട്ടിയും നിന്റെ മക്കളും സുഖിക്കുമെന്ന് നീ വിചാരിക്കണ്ട. നീ ലാഭമുണ്ടാക്കുന്ന ലാഭം നിന്റെ കോടതി പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സമ്പാദ്യമാണ്. സുഖിക്കാൻ കഴിയില്ല. നീ ഇഷ്ടപ്പെടുവോ നിന്റെ കുട്ടി ഒരു സിഗരറ്റ് വലിക്കാരനാകാൻ? നിന്റെ മകളെ പെണ്ണന്വേഷിച്ചു വരുന്ന മരുമകൻ ഒരു വലിക്കാരനാകാൻ ഇഷ്ടപ്പെടുവോ? ഇല്ലെങ്കിൽ നിർത്തണം ആ പരിപാടി. അതിന്റെ ഒരു നയാ പൈസ നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാകരുത്. ഏത് പ്രസ്ഥാനക്കാരനായാലും ശരി. കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും ഹറാമാണ്. അത് വലിച്ചുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിങ്ങനെ മൂക്ക് കൂടെ ഇങ്ങനെ അടിപൊളി സ്റ്റൈലിലൊക്കെ ഇങ്ങനെ വിട്ടോൻ വലിയ കേമനാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, മറ്റോൻ വലിച്ചതിന്റെ പകുതി കൊളത്താൻ നിൽക്കണോന്നുണ്ടെങ്കിൽ, അതിങ്ങനെ കത്തിച്ചിങ്ങനെ ചുണ്ടത്ത് വെച്ചു കൊടുക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ചോ. ഈ തിന്മ ഒരു മനുഷ്യനെ വിഷം കുടിച്ച് ഓൺ ദ സ്പോട്ടിൽ കൊല്ലുന്ന പോലെ പതുക്കെ പതുക്കെ അവനെ കൊന്നു തീർക്കുന്ന മാരക നിക്കോട്ടിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. വാപ്പമാര് മക്കളെ മുമ്പിൽ ഇരുന്ന് വലിക്കുക, പീഡിയക്കോലായിന്റെ മുമ്പിൽ ഇരുന്ന് വയസ്സന്മാരിരുന്ന് വലിക്കുക, കടന്റെ മുമ്പിലും ബസ് സ്റ്റോപ്പിലും ഇരുന്ന് മറ്റുള്ളവർക്ക് രോഗം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെതിരെ എന്താ നമ്മൾ ശ്രദ്ധിക്കാത്തത്?
ഞാൻ പറഞ്ഞത് അമ്പിയാക്കന്മാർ അതാത് നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പറയും. അതിന്റെ ആദ്യത്തെ സംസാരം യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണേ, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ആരാധ്യനില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം നോക്കൂ നിങ്ങൾ. നല്ല ഒരു പ്രവാചകനായി ആദ്യത്തെ റസൂലായി കടന്നു വന്നു. 950 കൊല്ലക്കാലത്തോളം ആയുസ് ലഭിച്ച പ്രവാചകനാണ്, സംശയമില്ല. എന്താ അവിടെ പ്രശ്നം ഉണ്ടായത്? ആദ്യത്തെ 10 തലമുറകൾ കടന്നുപോയി, ശിർക്ക് കലരാത്ത ഒരു തലമുറ കഴിഞ്ഞുപോയി. അവസാനം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിൽ പതുക്കെ പിശാച് അല്ലാഹു അല്ലാത്തവർ ആരാധിക്കാൻ ഒരു വഴി കാണിച്ചു കൊടുത്തു. ആ നാട്ടിലെ 4-5 മഹാന്മാരുടെ പേര് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവർ മരിച്ചപ്പോൾ പതുക്കെ അവിടെ ഒരു ഇരിപ്പിടം ഉണ്ടാക്കാൻ പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇരിപ്പിടം ഒന്നുകൂടി വലുതാക്കണം പറഞ്ഞു. അങ്ങനെ തോന്നിപ്പിച്ച് അവരത് വലുതാക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, നിങ്ങള് ഈ കാണുന്ന ആളുകളൊക്കെ മുമ്പുള്ള ആൾക്കാരൊക്കെ ബഹുമാനിച്ച് ആദരിച്ചിരുന്ന നല്ല മനുഷ്യന്മാരാ, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കണം, അവരെ ആരാധിക്കണം, അവരെ ബഹുമാനിച്ച് നിങ്ങൾ പൂജിക്കണം എന്ന് പറഞ്ഞു. നല്ല മഹാന്മാരെയാണ്. ആരാണ് ആ മഹാന്മാർ? വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റാ. ഈ 5 മഹാന്മാരെ നിങ്ങൾ ആരാധിക്കരുത്, ഇവരോട് പ്രാർത്ഥിക്കരുത്. ഇവര് മഹാന്മാരാകാം, സ്വാലിഹീങ്ങളാവാം, നല്ലവരാകാം, പക്ഷേ ഇവരെ ആരാധിക്കാൻ വകുപ്പില്ല. ആ നാട്ടിലെ നേതാക്കന്മാര് പറഞ്ഞു, ഈ നൂഹ് പല വഴലും പറയും, ഈ നൂഹ് പല സംസാരങ്ങളും ഉണ്ടാകും, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഒരിക്കലും ഈ മഹാന്മാരെ കൈവടിയണ്ട, നിങ്ങൾ ഇത് മുറുകെ പിടിച്ചോളൂ. അപ്പോഴും നൂഹ് നബി ചോദിച്ചു, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, എന്താ അള്ളാഹ്ക്കൊരു ഗാംഭീര്യം കാണില്ലേ? നിങ്ങൾ മനുഷ്യന്മാർക്കാണോ വലിയ വില കൊടുക്കുന്നത്? അള്ളാഹ്ക്കൊരു ഗൗരവല്ലേ? അള്ളാഹുവിനൊരു ഗാംഭീര്യം കൊടുത്തൂടെ? നൂഹ് നബി ചോദിച്ചു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം എന്തായിരുന്നു? ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം എന്തായിരുന്നു? ഐക്കത്ത് എന്ന് പറയുന്ന ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിനെ പൂജിക്കുന്ന കൗമായിരുന്നു ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമ്. അവരോട് പറഞ്ഞു, മനുഷ്യരെ, നമ്മൾ മരത്തിനെ ആരാധിക്കേണ്ടവരല്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്താ, കല്ലിനെ, നാട്ടുകല്ലിൽ കല്ലിനെയാണ് ആളുകൾ ബഹുമാനിച്ച് ആദരിച്ച് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മണ്ണാർക്കാട് ഒരു മരത്തിനാണ് തൊട്ടിൽ കെട്ടിച്ചു കൊടുക്കുന്നത്. എന്തിനാ? ഈ മരത്തുമ്പോ തൊട്ടിൽ കെട്ടിയ കുട്ടികളുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അജ്മീറിലും ഏർവാടിയിലും ഒക്കെ ഗ്രില്ലിൽ കൊണ്ടുപോയി ഒരു തൊട്ടിൽ കെട്ടിയാൽ സന്താനം ലഭിക്കുന്ന മോഹിക്കുന്ന, അത് വിശ്വസിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അതായിരുന്നു അവസ്ഥ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങളെ, ജീവനില്ലാത്ത പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് സ്വന്തം ബാപ്പയടക്കമുള്ളവർ ആരാധിക്കാനും വിൽക്കാനും ഒക്കെ തുടങ്ങിയപ്പോയാ പറ്റി. എന്റെ പ്രിയപ്പെട്ട ബാപ്പ, എന്റെ പൊന്നഹാര ബാപ്പ, സ്നേഹത്തോടെ വിളിച്ചു പറയാണ്, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാത്ത, കേൾക്കാത്ത, ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കൾ എന്തിനാ വാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? ചോദിച്ചില്ലേ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്തും ഇതുപോലെ കുറച്ച് മഹാന്മാരുണ്ടായിരുന്നു. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സാ വമനാത സാലിസത്തുൽ ഉഖറാ അലകുമുദ് ദക്കറു വലഹുൽ ഉൻസാ അലകുമുദ് ദക്കറു വലഹുൽ ഉൻസാ. അവിടെ കൂട്ടത്തിൽ ലാത്തയുണ്ട്, മനാത്തയുണ്ട്, ഹുബലയുണ്ട്, പല നിലക്കുമുള്ള വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ആരാധിക്കുന്ന മക്കക്കാരോട് പറഞ്ഞു, ഇല്ല, ഏകനായ ഇലാഹായ ഖാലിഖായ റാസിഖായ ഒരുത്തനെ നമ്മൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പാടൂ. അപ്പോഴാണ് അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങിയത്. അതുവരെ അല്ലമീനാണ്, നല്ല മനുഷ്യനാണ്, നിങ്ങൾ ഈ നാട്ടിൽ നല്ല അഭിപ്രായം, നിങ്ങളെ പറ്റി നല്ല മതിപ്പേക്കും. ഇന്നലെ വരെ, ഇന്ന് ഈ സദസ്സിൽ ഇരുന്നതിന്റെ പേരിൽ, ഒരു പക്ഷെ ഇന്ന് സംസാരിച്ചതിന്റെ പേരിൽ നാളെ നിങ്ങളോട് മിണ്ടാതെ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. നാളെ നിങ്ങളെ ബഹിഷ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും. എത്രയോ വീടുകളിൽ നിന്ന്, മഹല്ലുകളിൽ നിന്ന് ഇതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കും. അമ്പിയാക്കന്മാർക്കൊക്കെ തുടങ്ങിയത് ഇത് പറയാൻ തുടങ്ങിയ ശേഷമാണ്. അതുവരെ ഒരാൾക്കും പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കാൻ കഴിയൂല. നമ്മളോട് പറഞ്ഞു, യഖാഫൂന വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകന്റെ ആക്ഷേപം പേടിക്കണ്ട. യഖ്ശൗന വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹനെ അല്ലാതെ ഒരാളെയും നിങ്ങൾ പേടിക്കാനും പാടില്ല.
നമ്മൾ അള്ളാഹിനെ പേടിക്കുന്നവരാ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകന്മാർ, എന്നിട്ട് ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ ഖബറിൽ എങ്ങനെ ഉത്തരം കണ്ടെത്താൻ കഴിയും? ആലോചിച്ച് നോക്കണം. നമ്മള് പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. നമ്മളെ വിചാരിച്ച് നമ്മളെ ബുദ്ധിമുട്ടൊന്നും വേറെ ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗീയ സുഖജീവിതം നഷ്ടപ്പെട്ടു. പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. സങ്കടഭാരത്തോടെ, ദുഃഖഭാരത്തോടെ ആരോടാ പ്രാർത്ഥിച്ചത്? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബിനോടാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നിഷേധവും ധിക്കാരവും വ്യാപിച്ചപ്പോ ഫദആ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ, റബ്ബിനോട് പ്രാർത്ഥിച്ചു. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വായ്ക്കകത്ത് സമുദ്രത്തിന്റെ ഇരുട്ടിൽ കൂരിരുട്ടിൽ കുടുങ്ങിപ്പോയി, ഒറ്റപ്പെട്ടുപോയി. ആ സമയത്ത് എന്താ ചെയ്തത്? ഇലാ ഹദറത്തി ആദൻ നബി, ഇലാ ഹദറത്തി ഇദ്രീസ് നബി, ഇലാ ഹദറത്തി നൂഹ് നബി ഉണ്ടായിരുന്നോ? ഇല്ല. ആദൻ നബിന്റെ അക്ജാഹ് ബർക്കത്തോണ്ട്, ഇദ്രീസ് നബിന്റെ അക്ജാഹ് ബർക്കത്തോണ്ട്, നോഹ് നബിന്റെ അക്ജാഹ് ബർക്കത്തോണ്ട് ഒരു പ്രാർത്ഥനയില്ല, ഒരു സിസ്റ്റമില്ല, ഒരു സമ്പ്രദായമില്ല, ഒരു ഹദീസില്ല, ഒരു പ്രമാണമില്ല. മറിച്ച് യൂനുസ് നബി പറയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ബുദ്ധിമുട്ടിലും ദുരിതത്തിലും വന്നാല് നമ്മുടെ വിഷമങ്ങൾ പറയാനുള്ള വാക്കാണത്. അതൊന്നും നമുക്കറിയില്ല. നമുക്ക് ഇലാഹദറത്തി ഉണ്ടെങ്കിലേ പ്രാർത്ഥനയാവുള്ളൂ. ഇനി ഒരാൾ ഇലാഹദറത്തി അക്ജാഹിക്ക് പറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ എന്താ പറയാ? ഓനക്ക് പ്രാർത്ഥന ഇല്ല, ഓനക്ക് പ്രാർത്ഥന ഇല്ല എന്നാ പറയാ. ഓൻ പ്രാർത്ഥിച്ചത് ശരിയാന്ന് കൂടി പറയില്ല. അവനക്ക് പ്രാർത്ഥന ഇല്ലാത്തവരാന്നാ പറയാ. എന്നാൽ അമ്പിയാക്കന്മാരൊക്കെ ജീവിത പ്രയാസങ്ങളിലൊക്കെ, അയ്യൂബ് നബിന്റെ രോഗഘട്ടം ആലോചിച്ച് നോക്ക്. 18 കൊല്ലം അസുഖം ബാധിച്ച് ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. രോഗം ബാധിച്ച് വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ഏലസ് തേടിയില്ല. മുമ്പ് മരിച്ചുപോയ എത്രയോ മഹാന്മാരായ പ്രവാചകന്മാരുടെ ഖബറുകളുണ്ടല്ലോ, അവിടെ ചെന്ന് മണ്ണ് വാരി മുത്താനോ കലക്കി കുടിക്കാനോ നോക്കിയില്ല. ഏതെങ്കിലും കല്ലോ മരമോ എന്നെ സഹായിക്കും, രക്ഷിക്കുമെന്ന് വിചാരിച്ചില്ല. അയ്യൂബ് നബി സങ്കടം പറഞ്ഞു, വന്നീ പടച്ചോനെ, ഞാൻ വല്ലാത്തൊരു ദുരിതത്തിലാണ് റബ്ബേ, എന്നൊന്ന് സഹായിക്കണേ. നമ്മളെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. സ്വന്തം മകനെ കാണാത്ത 30 കൊല്ലക്കാലത്തെ ആയുസിന്റെ ഇടയിലെ നമ്മുടെ മകനെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മകളെ ഒന്ന് കാണാതെയാൽ കൊല്ലം ജില്ലയിൽ 17 മണിക്കൂറോളം ഒരു കുഞ്ഞിനെ പിടിച്ചു വെച്ച സംഭവം, അതിന്റെ CCTV ക്യാമറ നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ വായിച്ചല്ലോ. അത് മണിക്കൂറുകളാണെങ്കിൽ കൊല്ലങ്ങളോളം സ്വന്തം മകനെ കാണാതെ പോയ ഒരു നബിന്റെ ചരിത്രം പറഞ്ഞിട്ട് അവർ പറയാ, ഖുർആനിലൂടെ ആ ബാപ്പ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ മക്കളോട് പറയും, എത്ര മക്കളെ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കി, എവിടെങ്കിലും തെരഞ്ഞു നോക്കി ഉണ്ടാകും, നിങ്ങൾ നിരാശപ്പെടല്ലേ. എന്നിട്ട് യാക്കൂബ് നബി എന്താ ചെയ്ത്? സബറുൻ ജമീൽ, അടിപൊളി മനോഹരമായ ക്ഷമ, ക്ഷമിച്ചു. എന്നിട്ടോ ക്ഷമിച്ചു എന്ന് മാത്രല്ല, ഏലസും ചരടും തുപ്പിയ വെള്ളവും മുടിവെള്ളമൊന്നുമില്ല. നേരെ റബ്ബിനോട് ഇന്നമാഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അങ്ങ് പ്രാർത്ഥിച്ചു. യൂസുഫ് നബിനെ കിട്ടിയില്ലേ? ബിന്യാമീനെ കിട്ടിയില്ലേ? കിട്ടും. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. നമുക്ക് തോന്നുന്നത് അത് ഇന്ന ദർഗയിൽ പോയതുകൊണ്ടാണ്, അത് ഇന്ന ചിലട് കെട്ടിയതുകൊണ്ടാണ്, ഇന്ന ഏലസോണ് പടച്ചോന്റെ കതുറത്തോണ്ട് കിട്ടിയതെന്ന് പറയാൻ കഴിയലാണ് ഈമാൻ. ഈമാൻ അവിടെയാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അവസാനത്തെ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൂല. നമ്മൾ നബിന്റെ ആൾക്കാരാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയണം, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല.
ആ നബിന്റെ മരണശേഷം നമ്മൾ ഇരുന്നിട്ട് നബിയെ ഒരുപാട് തെറ്റ് ചെയ്തു, അങ്ങയോട് ഞാൻ എന്റെ സങ്കടങ്ങളൊക്കെ പറയാണ്. നബി അള്ളഹാനോട് സങ്കടം പറയാ, നമ്മൾ നബിനോട് സങ്കടം പറയാ. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضايا سيدي خير النبي. നബിയെ ഷഫാഅത്ത് തരണേ. ഇങ്ങനെ മദ്ഹാണെന്ന് വിചാരിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ എത്രയാണ്. പ്രവാചകന്റെ കൽപ്പന പറ്റൂല. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവൻ പിഴച്ചവനാണ്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. വീട്ടിൽ പോയിട്ട് പരിഭാഷ ഉണ്ടെങ്കിൽ തുറന്ന് വായിച്ചോ, ഇല്ലെങ്കിൽ കിട്ടുമോ എന്ന് അന്വേഷിച്ചോ, അല്ലെങ്കിൽ നീ ഉസ്താദിനോട് ചോദിച്ചോ. സൂറത്തുൽ അഹ്ഖാഫ്, അൽ അഹ്ഖാഫ് എന്നൊരു സൂറത്തുണ്ട്. അതിന്റെ 1-ാമത്തെ പേജ് മറിച്ചാൽ കാണാൻ സാധിക്കുന്നു പരലോകത്ത് വരുന്ന ചില വിഭാഗങ്ങളെ കുറിച്ച് പരസ്പരം ശത്രുക്കളായി മാറും. ആ കൂട്ടത്തിൽ പറഞ്ഞ വാക്കാണ് വമൻ അളല്ലു, ഏറ്റവും പിഴച്ചവനാരാണ്. മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചതിനേക്കാൾ പിഴച്ചവനാരുണ്ട്? ഓനെ പിഴച്ചവൻ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട്? ആരുമില്ല എന്നതിന്റെ അർത്ഥം. അത്രക്ക് പിഴവിലാണ്. ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോ നമുക്കെങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവനാണെന്ന് പറയാൻ സാധിക്കുക എന്ന് ചിന്തിക്കുക. 2, ഖബറിനകത്തുള്ള അടുത്ത ചോദ്യം മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആളറിയോ, പരിചയമുണ്ടോ? മറുപടി, ശരിയാവണ്ണം പ്രവാചകനെ വിശ്വസിച്ച് അത് പാലിച്ച് പിൻപറ്റി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രം ഇത് നമ്മളെ നബിയാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അത് ഇവിടുന്ന് മരിച്ചിട്ട് ഇങ്ങനെ പള്ളി കൊണ്ടുപോയിട്ട് ഉസ്താദ് ഒരു പേപ്പറിൽ ഇങ്ങനെ റോള് ചുറ്റിയിട്ട് ആ മണ്ണിന്റെ അടിയിൽ സൈഡിന്റെ ഇടയിൽ ഒരു കോപ്പി അടിക്കുന്ന പേപ്പറാണ് ഫിറ്റ് ചെയ്ത് തന്നാല് മലക്ക് വരുമ്പോ അതാണ് നോക്കിയാൽ ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും അന്ധവിശ്വാസക്കാരുണ്ടെങ്കിൽ നമുക്ക് തെറ്റി. ഇത് യൂണിവേഴ്സിറ്റി പരീക്ഷ അല്ല. എത്ര ചെറു കബർസ്ഥാനിൽ ചെന്ന സമയത്തിന്റെ ഒരു ഈർക്കിളി കൊണ്ട് മണ്ണിന്റെ ഉള്ളിൽ കുത്തിയിട്ട് കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുപോയി പേപ്പർ വിരിച്ചു കൊടുത്തുക്കണു. കണ്ണ് തുറന്ന കാണാനത്രേ. ഇതൊക്കെ എവിടുന്നാണ് ഈ വിശ്വാസം എന്നറിയോ? മലക്കുകളെ പറ്റിക്കാൻ പറ്റും, അതൊന്നും ഒരു പ്രശ്നമല്ല. എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞോവർ. ഒരു പ്രശ്നങ്ങൾ വിചാരിക്കേണ്ട മക്കളെ. ഇന്റെ കൂട്ടത്തിൽ കൂടി നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പൊറ്റില്ലെങ്കിലും നിങ്ങളൊന്നും നരകത്തിൽ ഉണ്ടാകൂല എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നും പറഞ്ഞ് ത്വരീക്കത്ത് ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. ഓൾക്ക് ഇതൊന്നും ഒരു വില ഉണ്ടാവില്ല. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പൊട്ടത്തരം കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ പഠിച്ചോ. ഇസ്ലാമിക പ്രമാണങ്ങൾ പറയാണ് ഉത്തരം കിട്ടാതെ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് അടി കിട്ടും. ആർക്ക്? ആ പ്രവാചകനെ വിശ്വസിക്കാത്ത ആളുകൾക്ക്. ആരാ പ്രവാചകനെ വിശ്വസിക്കാത്ത ആളുകൾ? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തെളിവുകൾ, ന്യായങ്ങൾ പരത്തി നോക്കുകയാണ്. മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥന, രാവിലെ എണീറ്റ് രാത്രി ഉറങ്ങുമ്പോ ഉറക്കത്തിന്റെ ഇടയിൽ എഴുന്നേറ്റാൽ തഹജ്ജുദ് നമസ്കാരത്തിൽ, സുബഹിന്റെ മുമ്പ്, സുബഹി നമസ്കാരത്തിന് ശേഷം എത്ര പ്രാർത്ഥന കിടക്കുന്നു. ഒരു പ്രാർത്ഥന അല്ലാഹുവല്ലാത്തവരോടുണ്ടോ? കാണൂല നമ്മള്. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കേ, ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണെന്ന് പ്രാർത്ഥിക്കണ്ടല്ലോ. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ബദരീങ്ങൾ അല്ലാഹുവോട് സഹായം ചോദിച്ചപ്പോ അല്ലാഹു അവർക്ക് ഉത്തരം നൽകി. 1000കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് അവരെ സഹായിക്കുകയുണ്ടായി. ആരോട് പ്രാർത്ഥിച്ചപ്പോ? അവരല്ലാഹുവോട് പ്രാർത്ഥിച്ചപ്പോൾ.
പിന്നെ പറയുന്നത് ഞങ്ങൾ ഔലിയാക്കന്മാരോടാണ് പ്രാർത്ഥിക്കുന്നത്. ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരായ ബദരീങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ഔലിയാക്കന്മാരിൽ പ്രമുഖരായ അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിലേക്ക് അകപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഞങ്ങൾ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. ഗുഹന്റെ അകത്തുപെട്ട് ഔലിയാക്കന്മാരോടാണ് പ്രാർത്ഥിച്ചത്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. ബീവിമാരുടെ നേതാവായ ബീവി മറിയം ബീവി കേട്ടിട്ടുണ്ടാവോ? ഭീമാ പള്ളിയിലെ ബീവിനെ കേട്ടിട്ടുണ്ടാവും, മുനമ്പത്ത് ബീവി എന്ന് കേട്ടിട്ടുണ്ടാവും. മറിയം ബീവിന്റെ ചരിത്രം എത്ര പേർക്ക് അറിയാൻ സാധിക്കും? മറിയം ബീവി ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട്. എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് സാഷ്ടാംഗം നമിച്ച് അള്ളാഹുവിൽ അഭയം പ്രാപിച്ചവരാണ് മഹദി മറിയം ബീവി. പ്രവാചകൻ പഠിപ്പിച്ച ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ പ്രവാചകനെ നമുക്ക് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ നബിയെ ഖാത്തിമുൻ നബിയായ അവസാനത്തെ പ്രവാചകനായി വിശ്വസിക്കാൻ കഴിയണം. നമുക്ക് സാധിച്ചോ? അജ്മീറിലെ ഷെയ്ഖിനെ പറ്റിയിട്ട് പ്രശംസിച്ചിട്ട് പറഞ്ഞു, അജ്മീറിലെ ഷെയ്ഖ് ഒരു സാധാരണ ഷെയ്ഖല്ല, അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന റസൂലാണ്. അപ്പൊ അവസാനത്തെ റസൂൽ നബിയായി അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. CM മടവൂര് അള്ളയാണ് എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത്രക്ക് മഹാനാണ്, അള്ളയാണ്. ഇങ്ങനെ മഹാന്മാരെ പറ്റി പോലുള്ള വിശ്വാസം നബി പഠിപ്പിക്കാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോ ആ നബി ഞങ്ങളെ നേതാവാന്ന് എങ്ങനെ പറയാൻ കഴിയാ? ആ പ്രവാചകന്റെ സുന്നത്തുകളെ പിൻപറ്റാത്ത ഒരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? കുല്ലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എന്നെ പിൻപറ്റണം, എന്റെ സുന്നത്തുകളെ പിൻപറ്റണം. ഏതാ സുന്നത്ത്? മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞത്, പ്രവർത്തിച്ചത്, ചെയ്തത്, അവിടുന്ന് കൽപ്പിച്ചത്, സമ്മതം കൊടുത്തതായ എല്ലാതും സുന്നത്തിന്റെ ഗണത്തിൽപ്പെടും. ആ സുന്നത്ത് പാലിച്ച് ജീവിച്ചവനാണ് മാ അന അലൈഹിൽ യൗമ വസ്ഹാബി. യഥാർത്ഥ സ്വർഗത്തിന്റെ അഹ്ലുകാർ ഞാനും എന്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗം പിൻപറ്റിയവരാണ്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആദ്യത്തെ ഉത്തമ തലമുറയിലെ 3 നൂറ്റാണ്ട് അവരൊക്കെ യഥാർത്ഥ സുന്നത്ത് പിൻപറ്റിയവരാണ്. യഥാർത്ഥ സുന്നത്ത് പിൻപറ്റുന്നതിന്റെ മാനദണ്ഡം ഏതാ? നബിയെ പിൻപറ്റി ജീവിക്കലാണ്. പ്രവാചകനെ സ്നേഹിക്കാനുള്ള മാർഗം എന്താ? നബിയുടെ സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കലാണ്. സാധാരണ നാട്ടിലെ ഒരാളെ സ്നേഹിക്കുന്ന പോലെ വർഷത്തിൽ ഒരിക്കൽ ഒരു ഓർമ്മപ്പെടുത്തലോ, വർഷത്തിൽ ഒരിക്കൽ ഒരു സ്നേഹപ്രകടനം കൊണ്ടോ ഒതുക്കേണ്ടുന്ന നേതാവല്ല. മാത്രമല്ല ആ ഒരു സമ്പ്രദായം പോലും നബി പഠിപ്പിച്ചതല്ല. 800 വർഷം പഴക്കമുള്ളതാണ് നബിദിനാഘോഷം. 800 വർഷം പോരല്ലേ നമുക്ക് 1400 നടക്കണ്ടേ? അപ്പോഴല്ലേ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിക്ക് വരുള്ളൂ. 800 കൊല്ലത്തിലെ മലിക്കുൽ മുദഫർ എന്ന് പറഞ്ഞ രാജാവ് ഉണ്ടാക്കിയതാണ് നബിദിനാഘോഷം. അതുകൊണ്ട് നബിന്റെ സുന്നത്തിലേക്ക് അത് ചേരൂല എന്ന് മാത്രവുമല്ല, ഇപ്പൊ 2022-ലും 2023-ലും നടന്ന നബിദിനാഘോഷത്തെ അതാത് പണ്ഡിതന്മാർ തന്നെ എതിർത്തു. സിംസാറുൽ ഹഖ് ഉദവി സംസാരിച്ച് കേട്ടോ നിങ്ങൾ? എന്തൊക്കെയാ നടക്കുന്നത്? നബിദിനാഘോഷ റാലിയിൽ അതാ മദ്ഹ് എന്ന പേരിൽ, സ്വലാത്ത് എന്ന പേരിൽ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ നടന്നു പോകുന്നത് ഇസ്ലാമല്ല, പ്രവാചക സ്നേഹമല്ല. ഇതന്നെ നമ്മൾ പറയണതേ. സിംസാറുൽ ഹക്കാണല്ലോ പറയണത്. കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി പറഞ്ഞു, DJ പാർട്ടിട്ട് നബിദിനം തുള്ളിച്ചാടിയപ്പോ ഇതെന്ത് പേക്കൂത്താണ്, ഇതൊന്നും പ്രവാചക സ്നേഹമല്ല, നിയന്ത്രിക്കാൻ ആളില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റണില്ല. ചെക്കന്മാര് ചെയ്യുന്നു, നാട്ടുകാരും ഉസ്താദുമാരും ഖത്തീബും കണ്ടുകൊണ്ട് നിൽക്കല്ലാതെ എതിർത്താൽ പ്രവാചക സ്നേഹം കുറയും. മുണ്ടൂല. റാലിയിൽ സ്ത്രീകൾ ഇങ്ങനെ റാലിയായിട്ട് പോവുകയാണ്. പെണ്ണെങ്ങാനും പള്ളിയിൽ വന്നാൽ ഫിച്ചിന, അങ്ങനെ വന്നാൽ വരികയാണെങ്കിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞല്ലോ, ദുർഗന്ധം വമിച്ച് ചാണകം വാരി തേച്ച് പള്ളിക്ക് വരണം എന്നാ പറഞ്ഞ്. അത്രക്ക് മോശമാണ് പള്ളി എന്നാ പറഞ്ഞത്. റാലിയിൽ മുഴുവൻ സ്ത്രീ ഘോഷയാത്ര കണ്ടപ്പോ പേരോട് ഉസ്താദ് മാന്യതയോടെ ചോദിച്ചു, ഇതൊക്കെ എന്ത് നബിദിന റാലിയാണ്? ഇതൊന്നും ഞമ്മക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇതാണ് കൊല്ലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞ്, ഇത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഇത് ദീനല്ല.
മദ്ഹബിന്റെ കിതാബുകൾ വായിച്ചാൽ കാണില്ല, നബി പഠിപ്പിച്ചില്ല, നബിന്റെ കാലത്തില്ല, സ്വഹാബത്തില്ല, നബിന്റെ ഭാര്യമാരില്ല, 4 ഖലീഫമാരില്ല, അശ്റത്തുൽ മുബശ്ശിരീങ്ങളില്ല, ആദ്യത്തെ 3 തലമുറ കണ്ടിട്ടില്ലാത്ത ഒരു സിസ്റ്റം ഇവിടെ പുതുതായി കൊണ്ടുവന്ന ആർക്കാ നിയന്ത്രിക്കാൻ കഴിയാ? ആലോചിച്ചോക്കി നിങ്ങൾ, എന്തൊക്കെ വേഷം. ബാംഗ്ലൂരിൽ ഉണ്ടായ ഒരു നബിദിനാഘോഷ യാത്രയിൽ ക്രിസ്മസിന്റെ സമയത്ത് ഉണ്ണിയേശുവിന്റെ രൂപമുണ്ടാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ വന്നപ്പോ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കി ഘോഷയാത്ര നടത്തി. ചാണിനു ചാണായും മുഴത്തിന് മുഴമായി എന്തൊക്കെ സംഭവങ്ങൾ നടന്നു. അതിന്റെ ചോറ് വിതരണത്തിന് തല്ലോട് തല്ലും കുത്തുണ്ടായില്ലേ? ഇതൊക്കെ എന്ത് നിയന്ത്രിക്കാനുള്ള വശല്ല. ഒരു മദ്ഹബിന്റെ കിതാബിൽ ഇതിനെ പറ്റില്ല. ഒരു മദ്ഹബിന്റെ ഇമാമും നബിദിനം ആഘോഷിച്ച ചരിത്രം ഒറിജിനലായി ഇന്ന് വരെ ലോക കിതാബുകളിലില്ല. അതുകൊണ്ട് അത് നബി സ്നേഹമായി കൂട്ടൂല എന്ന് മാത്രമല്ല, എത്രത്തോളം എന്നാൽ ഗൗരവത്തോടെ നബി പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. ദീനിലില്ലാത്തത് പുതുതായി കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ അത് ളലാലത്താണ്, സംശയമല്ല. അതൊരു ദിക്റായാലും ഇല്ലാത്ത സ്വലാത്തായാലും ഇല്ലാത്ത നിസ്കാരമായാലും ഇല്ലാത്ത ചടങ്ങുണ്ടാക്കിയാൽ അത് ബിദ്അത്ത് ാണ്, നാശമാണ്. എന്താ നമ്മുടെ പള്ളിയില് സുബ്ഹി 3 റക്അത്ത് നിസ്കരിക്കാത്ത? 1 റക്അത്ത് എക്സ്ട്രാ കിട്ടൂലേ? 2 സുജൂദ് കിട്ടൂലേ? 2 റുക്കൂ കിട്ടൂലേ? എന്താണ് 1 റക്അത്തിന്റെ എക്സ്ട്രാ വെച്ച എന്താ കുഴപ്പം? നമ്മൾ പറയും പറ്റൂലട്ടാ, അത് 2 നബി പഠിപ്പിച്ച്. ആ അസിലാണ് എല്ലാത്തിലേക്കും ഫിറ്റ് ചെയ്തോ. പ്രവാചകൻ പഠിപ്പിച്ച ദീനിലില്ലാത്ത ഒരു കാര്യം പുതുതായി നമ്മൾ എവിടെങ്കിലും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്തത് ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ്. ഇത് സംസാരിക്കുമ്പോൾ വാക്കാലൂർ അങ്ങാടിയിലെ ചില മനുഷ്യരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, അങ്ങനെയാണെങ്കിൽ മൗലവി നിങ്ങൾ കാറിലല്ലേ വന്നത്, നബി കാറിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ മൈക്കിലല്ലേ സംസാരിക്കുന്നത്, നബി മൈക്കിൽ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചില്ലേ, നബി പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ? ചങ്ങാതി, അതൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. അതൊക്കെ ഇത്ര പുണ്യുണ്ട്, അത് ഇങ്ങനെ ചെയ്താൽ, സ്റ്റേജിന്റെ വലതുഭാഗത്ത് നിന്നാൽ മൈക്ക് എത്ര സൗണ്ടിലായ എത്ര കൂലിയൊന്നും നമ്മൾ ആരും പ്രസംഗിക്കലില്ല. അതൊക്കെ ഒരു ഇസ്ലാമിന്റെ സുന്നത്തൊന്നും പറയലില്ല. ഇതൊക്കെ ഒരു സിസ്റ്റമാണ്, ഒരു ഭൗതിക സാഹചര്യമാണ്. എന്നാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇതാ ഇങ്ങനെ ദിക്റുണ്ട്, ഇത് 1555 തവണ നിങ്ങൾ ചൊല്ലിയാൽ ഇസ്ലാമിലെ കൂലി കിട്ടും എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറയണമെങ്കിൽ പ്രമാണങ്ങൾ വേണം. അങ്ങനെ ഒരു സമ്പ്രദായം, ഒരു ആചാരം എനിക്കുണ്ടാക്കണമെങ്കിൽ അതിനു രേഖ വേണം, തെളിവ് വേണം. അത് ഒരു ദിക്റായാലും ഒരു സ്വലാത്തായാലും. എന്തായാലും ഇബ്രാഹിമി സ്വലാത്ത് നബി തങ്ങൾ പഠിപ്പിച്ചു. അത് സ്വലാത്ത് നബിക്ക് പരിചയമല്ല. നാരിയ സ്വലാത്ത് നബി തങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇബ്രാഹിം ഉന്നാസി ഉണ്ടാക്കിയതാണ്. കൻജുൽ അർശ് നബി തങ്ങൾ പഠിപ്പിച്ചതല്ല, ഇബ്രാഹിമി സ്വലാത്തല്ല, സ്വഹാബത്തിന് പരിചയമില്ല. സ്വലാത്ത് വാർഷികങ്ങൾ നബി പഠിപ്പിച്ചില്ല, പരിചയമില്ല, സ്വഹാബത്തിന് അറിയൂല. വാർഷികത്തിന്റെ പേരിൽ പണപ്പിരിവുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അതൊക്കെ സ്വലാത്ത് വാർഷികത്തിന്റെ പേരിലാണ്. എവിടുന്നാണ് ഈ വാർഷികം വരാൻ തുടങ്ങിയത്? അപ്പൊ നിങ്ങൾ സ്കൂളിൽ വാർഷികം ഉണ്ടല്ലോ, നിങ്ങൾ സംസ്ഥാന സമ്മേളനം നടത്തുന്നുണ്ടല്ലോ, അതൊന്നും ഒരു ഇബാദത്തിന്റെ കൂട്ടത്തുകൂടെ അല്ല പോയത്. സ്വലാത്ത് ഒരു ഇബാദത്താണ്, അതിനൊരു വാർഷികം ഉണ്ടാക്കാൻ എന്ത് റൂളാണ് നമുക്ക് കയ്യിലുള്ളത്? ഇങ്ങനെ ഓരോന്ന് നോക്കിയാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പ്രവാചകന്റെ മാർഗത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പിൻപറ്റലാണ്. അഹബ്ബ ഇലയ്യ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കലാണ്. നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിച്ചേക്കാം. ഇനി സഹോദരങ്ങളെ, നമ്മുടെ നബിനെ നമ്മൾ ശരിക്ക് പിൻപറ്റിയിട്ടുണ്ടോ? യഥാർത്ഥ രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആ പ്രവാചകന്റെ ഏത് കാര്യത്തെയാണ് ശരിക്ക് പാലിച്ചത്? ഒന്ന് ഉദാഹരണം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഉപദേശമാണ്, ലാ തത്റൂനി കമാ തറത്തിൻ നസാറാ ഈസ ഇബ്നു മറിയമ. ഈസ ഇബ്നു മറിയമിനെ ക്രിസ്ത്യാനികൾ പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ പറ്റി അമിതമായി പ്രശംസിക്കരുത്. വേണമെങ്കിൽ ഖൂലു അബ്ദുല്ലാഹി വറസൂലിഹി, അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞോ. നേരത്തെ പറഞ്ഞ പോലെ ദൈവപുത്രനാന്ന വാദൊന്നും നിങ്ങൾ പറയരുത്.
അയ്യോ അത് മദ്ഹല്ലേ, പ്രശംസല്ലേ എന്ന പേര് പറഞ്ഞുകൊണ്ട് പറ്റാത്തത് പറയാൻ പറ്റൂല. പക്ഷേ ശറഫല്ലന മൗലിദിൽ പറയുന്നു, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. നബിയേ, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. നമ്മൾ നബിന്റെ അടിമയാണ്. ഇത് പ്രശംസയാണോ? ഇത് ഓവറാണ്. സലാം മൗലൂദിൽ എന്താ പറഞ്ഞേ? ഇവിടെ മറാലി കൂടെ അങ്ങനെ പോകുമ്പോൾ കേട്ടില്ല, അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന നബിയേ, ദുരിതങ്ങൾ നീക്കിത്തരുന്ന നബിയേ. ഇതൊക്കെ നബിനോടുള്ള വാക്കുകളാണോ? നബിനെ പറ്റി പറയേണ്ട കാര്യങ്ങളാണോ? പ്രവാചകന്റെ പ്രയാസങ്ങൾ ആരാ മാറ്റിക്കൊടുത്തത്? ഓരോ വരികളും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കി, എല്ലാത്തിലും ഉണ്ടാവും. മങ്കൂസും ഷറഫല്ലനാമും സലാമൂലിതും ഒക്കെ വായിച്ചാൽ അർത്ഥമറിഞ്ഞു വായിച്ചാൽ പിന്നെ നമ്മളത് തുറക്കൂല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഇസ്ലാമിലെ ഷിആറുകൾ പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണതിന് മുമ്പ് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. യഹൂദികളെ നസാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദാ. അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി അവർ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഖബറിനെ ആരാധനയുടെ കേന്ദ്രമാക്കി മാറ്റരുത് എന്നാണ് ആ സൂചന. എന്താ സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്കുക. ഹദീസിന്റെ വരി, നബിമാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രമാക്കിയതിന്റെ പേരിൽ ലഅനത്തുല്ലാഹ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കൽപ്പന നമുക്ക് പാലിക്കാൻ കഴിഞ്ഞോ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധനയുടെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റരുത്. ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി എന്റെ ഖബറിനെ മാറ്റരുത്. ഇന്നും ആ പ്രാർത്ഥനയുടെ ഫലമാണ്. അവിടെ ഉറൂസില്ല, അവിടെ ദർഗയില്ല, ചന്ദനത്തിരിയില്ല, മണത്തലയില്ല, അപ്പവാണിഭമില്ല, ആനയും അമ്പാരിയുമില്ല, ആഘോഷം നടക്കണില്ല. എന്നാൽ ഇവിടെ ആരായാലും വേണ്ടില്ല, ഒരു ഖബർ കിട്ടിയാ മാത്രം മതി, ആഘോഷത്തിമിർപ്പിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഓരോ കേരളത്തിലും മുളച്ചു പൊന്തുന്ന പുതിയ പുതിയ ജാറങ്ങൾ ആരായെന്നറിയുന്ന പോലുമില്ല. മുനമ്പത്ത് ബീവിന്റെ ചരിത്രം പറയുന്ന കിതാബിൽ പറയുന്നു, ആരാ മുനമ്പത്ത് ബീവി? ഉരുമ്പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. വെളിയങ്കോട് ഉമർ കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരറിയില്ല, പേരറിയൂല. ഇവിടുന്ന് സിയാറത്ത് ടൂർ എന്നും പറഞ്ഞ് ബസ് കയറ്റി കൊണ്ടുപോവാണ്, പൈസ അടിക്കാണ്. ദർഗയില് സയാമീസ് ഇരട്ടമാതിരിയാണ്. അവിടെ പെട്ടില്ലാത്ത ജാറുണ്ടാവൂല. ജാറുണ്ടോ പെട്ടി, പെട്ടിണ്ടോ ജാറും. ഇനി കേരളത്തിലെ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോ തടഞ്ഞു നിൽക്കാൻ പറ്റും, ആകെ കൂടി തടസ്സാണ്. എന്താ തടസ്സം? യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം അൽഹംദുലില്ലാ മാറി. എവിടുന്നാ അത് തുടങ്ങിയത്? എത്ര കൊല്ലായി പോയി ബോർഡ് കാണാൻ തുടങ്ങിയിട്ട്? ഒരു കാലത്ത് എന്തേ പറഞ്ഞെന്ന്, ലോകത്തിന്ന് വരെ എടവണ്ണയിലെ പാത്തുമ്മത്താത്തല്ലാത്ത ഒരാളും പള്ളി പോയിട്ടില്ല. ഇപ്പൊ എവിടേക്കെത്തി? ഉമ്മർത്ത് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. രസമുള്ള ഒരു വാർത്തയും കൂടി കേട്ടോളിയും. ഞാൻ പോയതും നിങ്ങൾ പോയതുമായ ജാറങ്ങളിലെ മുൻപിലുള്ള നോട്ടീസ് ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാത്രക്കാരായ സ്ത്രീകൾക്ക് സന്ദർശിക്കാനുള്ള സ്ഥലം എന്ന് കണ്ടിട്ടുണ്ടോ? കാണൂല. സ്ത്രീകൾക്കുള്ള സ്ഥലം, സ്ത്രീകൾക്കുള്ള വഴി, സ്ത്രീകൾക്ക് നേർച്ച വഴിപാടിനുള്ള കൗണ്ടർ. അവിടെ യാത്രക്കാരെന്ന് കൊടുക്കൂല, പൈസ മുടങ്ങും. ഇതൊക്കെ എവിടുന്നാണ്? ഇതൊക്കെ കൊള്ളയടിക്കുന്ന സംഘങ്ങൾ. ഞാൻ അതിന്റെ വാർത്തയിലേക്ക് പോകുന്നില്ല. ഞാൻ പേപ്പർ കെട്ടിന്റെ കൈ കിടക്കുന്നുണ്ട്. ദർഗകളിൽ നടന്ന കുത്തേറുകളും അതുപോലെ തന്നെ കച്ചവടങ്ങളും അതുപോലെ കമ്മിറ്റിയിൽ എടുക്കാത്തതിന്റെ പേരിൽ തല്ലുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളും കോടികളുടെ വരുമാനം എന്തിനു കൊടുത്തു എന്നും സ്ഥാപനങ്ങൾക്ക് ദർഗന്റെ വരുമാനം കൊടുത്തത് ഇമാമിന് പള്ളിയിൽ ശമ്പളം ദർഗന്ന് കൊടുത്തതിന്റെ കഥകളുടെ പേപ്പർ കട്ടിങ് ഇരിക്കുക. ഞാൻ അതൊന്നും പറയാൻ നസിഹത്തോടെ ഞാൻ പറയാൻ ഒറ്റ സംഭവമുള്ളൂ. നബിതങ്ങൾ പോലും മരിക്കണതിന്റെ മുമ്പ് പറഞ്ഞു, നിങ്ങൾ നസാറാക്കളെ പണിയെടുക്കരുത്.
എന്നിട്ട് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ജാറങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കുക. മുനമ്പത്ത് ബീവിന്റെ ജാറ ചരിത്രം കേട്ടില്ലേ? ഇനി നാട്ടുകാർ കേൾക്കാൻ വേണ്ടി പറയാ, കൊല്ലം ജില്ലയിൽ കലോത്സവ നഗരിക്കപ്പുറത്ത് ഓച്ചിറയിൽ ഒരു പ്രദേശത്ത്, ഓച്ചിറ എന്ന പ്രദേശത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. മാതൃഭൂമി പത്രത്തിൽ, മനോരമ പത്രത്തിൽ ന്യൂസ് വന്നു. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലെ കുപ്പസ്വാമി ഓർമ്മയായി, മരിച്ചു. ആളെ പേരെന്താ? ദാമോദരൻ എന്നാ പേര്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ ക്ഷമിക്കണം, ദാമോദരൻ എന്ന് പേരുള്ള ഓച്ചിറയിലെ കുപ്പസ്വാമി അന്തരിച്ച വാർത്ത പേപ്പറിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ആളുകൾ ഓടിയെത്തി. ആര്? ഖബർ കൊണ്ട് ജീവിതം മുട്ടിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും നല്ല ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഖബർ പൂജകരായ ആളുകൾ വന്നു. ഇത് ദാമോദരനല്ല, ഇത് കുപ്പസ്വാമി അല്ല, ഇത് ഞങ്ങളാളാണ് എന്ന് പറഞ്ഞ് പേര് മാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പേരെഴുതി പട്ടുമൂടി പെട്ടിവെച്ച് ഉറൂസ് നടത്തുന്ന പ്രിയപ്പെട്ടവരെ, അത് ഉദ്ഘാടനം ചെയ്ത പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ചോദിക്കു ചെന്നിട്ട്, ഇസ്ലാമിൽ ഇതിനെന്ത് തെളിവ്? ചോദിക്കൂല. ചോദിച്ചാ കുരുത്തക്കേട് കിട്ടും. ശരി, ചെയ്താ കുരുത്തക്കേടൊന്നും കിട്ടൂല, ചോദിച്ചാ കുരുത്തക്കേട് കിട്ടും. ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോഴോ എന്ത് ദുൽമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോ കാഞ്ഞങ്ങാട് ചെന്നപ്പോ റോഡ് നിറയെ ബ്ലോക്കാണ്. 4 ദിവസത്തെ ഉറൂസാണ്. കബറിങ്, ആന, അമ്പാരി, ശിങ്കാരിമേളം, എല്ലാ പരിപാടി കബറിങ്. ആരുടെ കബറെന്ന് ചോദിച്ചപ്പോ പറയും മഹാന്റെതാണ്. എന്താ മഹാന്റെ പേര്? മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ഒരാളെ പേരാണ്. എന്റെ അവയവങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ, ആളെ ഫുള്ള് കിട്ടിയില്ല. ഒരു കാൽമുട്ട് കിട്ടി, ഒരു തല കിട്ടി, രണ്ടിനും കൂടി പേരിട്ടു മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ഞാൻ സ്ഥലമടക്കം പറഞ്ഞു തരുന്നത്, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊന്ന് കുറിച്ച് ചോദിച്ചോക്ക്. ഇയാൾ പറയണത് വല്ലതുണ്ടോന്ന് അന്വേഷിക്കുക. നമ്മൾ തക്കാളി മേടിക്കുമ്പോ വില ചോദിക്കൂലേ? ഒരു TV വേണമെങ്കിൽ 100 കട കയറി ചോദിക്കൂലേ? ദീനിന്റെ കാര്യം വരുമ്പോ എന്താ ചോദിക്കാത്ത? നമ്മള് ഒന്ന് അന്വേഷിച്ചു നോക്ക്, ഒന്ന് പഠിച്ചു നോക്ക്, എല്ലാവർക്കും ബോധ്യപ്പെടും. നമ്മുടെ യാഹൂ തങ്ങളുടെ ജാറത്തിൽ ഇന്ന് ഉത്സവമാണ്. 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി ഒക്കെ ഉത്സവം നടക്കുക. യാഹൂ തങ്ങളുടെ 171-ാമത്തെ ആണ്ട് നേർച്ച ഇന്ന് പരസ്യം വന്നിരിക്കുന്നു. ആനപ്പുറത്തു കയറാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. 99 61 21 31 41 നമ്പർ കൊടുത്തിട്ടുണ്ട്. ആനപ്പുറത്ത് ഖബറും ആനപ്പുറം തമ്മിൽ എന്തിനാ ഖബർ സിയാറത്തിന്? ആന അതിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ്, ഉറൂസ് നടക്കുന്നതിന് മുമ്പ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഗംഭീരമായി ഇക്കൊല്ലം ഞങ്ങൾ നടത്തും യാഹൂ തങ്ങളുടെ നേർച്ച. എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു. എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു. എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞ ശിങ്കാരിമേള ഉണ്ടാവും, ആനകളുണ്ടാവും, അമ്പാരിയും ബലൂൺ കച്ചവടമൊക്കെ ഉണ്ടാവും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോ പൊട്ടി കരഞ്ഞുപോയി. നമ്മള് ഖബറിന് തുള്ളി ചാടി മധോന്മത്തരായി ആണും പെണ്ണും കലപിലയായി നടക്കുക. പതാക ഉയർത്താൻ കുറച്ച് ആൾക്കാർ, അന്നദാനത്തിന് കുറച്ച് ആൾക്കാർ, വേറെ പിരിവ് നടത്താൻ ആൾക്കാർ, പോസ്റ്റർ ഒട്ടിക്കാൻ ആൾക്കാർ. ഇതൊക്കെ ചെയ്തു കൂട്ടുന്നവർക്ക് നിർത്താൻ കഴിയുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച ഖബറുത്സവങ്ങൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നടത്തുന്നവരെ, ലോകത്തൊരു നേതാവ് പഠിപ്പിച്ച സന്ദേശത്തെ ഇത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ചൊരു കൗമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്ന് മാത്രമാണോ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നേതാവ് പറഞ്ഞു, എന്തിനാ ഖബർ സന്ദർശനം? സൂറുൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ വതുദക്കിറുകുമുൽ ആഖിറ. പരലോകോർക്കാനാണ്, മരണമോർക്കാനാണ്, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പോയിട്ട് ആർക്കാ മരണവും ചിന്തിക്കാൻ പറ്റുക? ആരോർമ്മിക്കാനാണ്? എന്ന് മാത്രമല്ല, ഇപ്പൊ നാട്ടുകാർക്ക് പിടിച്ചാ കിട്ടാതെയായി, നേർച്ച എന്ന് പറയാൻ പറ്റാതെയായി. അതുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചന്റെ പേര് മാറ്റി, കൊണ്ടോട്ടി ദേശീയോത്സവാക്കി. പട്ടാമ്പി നേർച്ച പേര് മാറ്റി, പട്ടാമ്പി ദേശീയോത്സവാക്കി. തൃത്താല നേർച്ച പേര് മാറ്റി, തൃത്താല ദേശീയോത്സവായി. അപ്പോഴോ നമുക്ക് എങ്ങനെയാണ് നാളെ ആ പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഞാനൊക്കെ നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട നേതാവാണെന്ന് പറയാൻ എങ്ങനെ കഴിയും? സുഹൃത്തുക്കളെ, നാട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാമൂലുകൾ, പുതിയ പുതിയ സ്വലാത്ത് വാർഷികങ്ങൾ, ഓൺലൈനിലും ഓഫ്ലൈനിലും പുതിയ പുതിയ ദിക്റിൻ്റെതായ തട്ടിപ്പുകൾ, തങ്ങളാണെന്ന പേരും പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ ആൾക്കാർ രംഗപ്രവേശനം വരിക. ലൈവായി നടക്കുന്നതും പോണതും ഇരിക്കുന്നതാം പറയാ. യൂട്യൂബിൽ വരുന്ന കമന്റിന് മുഴുവൻ മറുപടിയാണ്. എല്ലാം പറഞ്ഞ് എന്തൊക്കെ വിളിച്ചു പറയണം എന്നറിയാത്ത രൂപേണ കോമാളി വേഷം കെട്ടി ഓരോരുത്തർ കേറി തുള്ളിക്കളിക്കുകയാണ്. ഇവിടെ എതിർക്കാൻ ആളില്ല.
സംസാരിക്കാൻ ആളുകളില്ല, നേതൃത്വങ്ങൾ മിണ്ടുന്നില്ല, പ്രസ്ഥാനങ്ങൾ ശബ്ദിക്കുന്നില്ല. നമ്മൾ സ്നേഹപുരസ്സര ചോദിക്കുക, ഈ ഉമ്മത്തിനെ നശിപ്പിക്കരുത്, ഈ ഉമ്മത്തിന്റെ ഇസ്ലാമിക ആദർശത്തെ അതിനെ കറപുരളുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. സ്നേഹത്തോടെ എല്ലാവരോടും അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം നാട്ടിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആസാറുകളെ, സുന്നത്തുകളെ, ചിഹ്നങ്ങളെ ആര് മാറ്റിവെച്ചോ അവിടെ പിന്നെ വരുന്നത് ജനങ്ങൾക്ക് പുതിയ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമിലെ ഒരു ചടങ്ങിനും പ്രയാസമുണ്ടാക്കൂല മതനിയമങ്ങൾ. മരിച്ചാൽ ബന്ധുവിന്റെ ആ കുടുംബക്കാരുടെ ഉത്തരവാദിത്വമാണ്, അയൽവാസികളുടെ ഉത്തരവാദിത്വമാണ്. ആ വീട്ടുകാർക്ക് വേണ്ടുന്ന ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കണം, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചു, അദ്ദേഹത്തെ മറവ് ചെയ്തു കഴിഞ്ഞു. പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു, ഇസ്നഊ ലിആലി ജഅഫർ അത്വാം. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർക്ക് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അവരങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലല്ല, അവർക്ക് ഭക്ഷണം താല്പര്യം ഉണ്ടാവൂല. അവരുടെ പിതാവാണ് മരണപ്പെട്ടിരിക്കുന്നത്, അവരുടെ ഭാര്യ വിധവയാണ്, മക്കൾ യതീമുകളാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണം റെഡിയാക്കി കൊടുക്കണം. നമ്മളോ ഒരാൾ മരിച്ചു എന്നറിഞ്ഞാ സന്തോഷിക്കാണ്. എന്താ അന്ന് രാത്രി ചോറ്, 3-ന്റെ അന്ന് ബിരിയാണി, 7-ന്റെ അന്ന് നല്ല ആണ്ടിറച്ചി, അത് 14-ന് 40-ന് ആണ്ടിന്. എവിടുന്ന ജനാസയുടെ വീട്ടിൽ വിധവയായി എവിടെ ഇരിക്കുന്ന യതീമായ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തിന്ന് നകന്നു പോരുകയാണെന്ന് പറയുന്നു. ഇതൊക്കെ മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സഹോദര, ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്നുണ്ടോ? ഇമാം നവവി അംഗീകരിക്കുന്നുണ്ടോ? ഈ ചടങ്ങിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ത് വില കൊടുക്കുന്നു? അതുകൊണ്ടാണ് പല ആളുകളും ഒരു മരണം നടന്നാൽ കടക്കണിയിലേക്ക് വീഴാണ്. എന്തിനാ കടം മേടിക്കണത്? ഈ ചടങ്ങ് നടത്താൻ വേണ്ടിട്ട്. ആൾക്കാർ എണീറ്റ് പോവില്ല. ഇത് നടത്തിയില്ലെങ്കിൽ നാട്ടിലൊരു മോശാണ് എന്ന് വിചാരിച്ച് നടക്കുക. ഖുർആനിന്റെ ആളാണ്, എന്റെ നേതാവ് ഖുർആനാണ്, ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, അത് പാലിക്കുന്നയാളാണ്, അത് പഠിച്ചവനാണ് എന്ന് പറയാൻ നമുക്ക് സാധ്യമാകുമോ? ഞാൻ അവസാനിപ്പിക്കുക. നാട്ടിലെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിൽ വന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ചോദ്യങ്ങളിലെ 3-ാമത്തെ ചോദ്യം, എന്റെ മറുപടി പറയേണ്ട ചോദ്യമാണ്, എന്റെ നേതാവ് ഖുർആനാണ്, ഇതനുസരിച്ചാണ് ഞാൻ ഖുർആന്റെ ആളാണ് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ആത്മാർത്ഥമായിട്ട് ചോദിക്കും. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് മാർച്ച് മാസത്തോടുകൂടെ റമദാൻ വരാനിരിക്കുക. എത്ര പേജാണ് റമദാനിന് ശേഷം നമ്മൾ തൊട്ടു നോക്കിയത്? അതൊന്ന് ചിന്തിക്കണല്ലോ. എത്ര ആയത്താണ് നമ്മൾ പഠിച്ചത്? എത്ര QHLS ക്ലാസ്സിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്? 168 മണിക്കൂർ ഒരാഴ്ച പടച്ചോൻ തന്നിട്ട്, അതിലെ ഭക്ഷണവും ഉറക്കവും പഠിപ്പും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ദീനിൻ സിആർഇക്ക് വേണ്ടി, QHLSന് വേണ്ടി നമ്മൾ ആരാ കൊടുത്തത്? മക്കളെ, കുടുംബത്തോടെ ആരാ അതിൽ പങ്കെടുപ്പിച്ചത്? നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയുടെ ഗ്രന്ഥമായ ഖുർആൻ, മൗഇദത്തുൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപദേശമായ ഖുർആൻ, ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്ക് ശമനം കിട്ടുന്ന ഖുർആൻ. ആ ഖുർആനിനെ നമ്മൾ ഇന്ന് വേണ്ടതുപോലെ പരിഗണിക്കാതെ പോയാൽ നമുക്ക് മറുപടി പറയാൻ കഴിയൂല. അത് പഠിക്കണം, ഓതണം, പകർത്തണം, പ്രചരിപ്പിക്കണം. അതിന്റെ ആളായി നമ്മൾ മാറണം. ഓതിയാ കൂലി കിട്ടുന്ന ഗ്രന്ഥ. പക്ഷേ നമ്മൾ അതിനത്ര പ്രാധാന്യം കൊടുത്തില്ല. നിങ്ങൾ ഖുതുബിയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖുതുബിയത്ത് പുസ്തകം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഖുർആൻ ഓതണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒളുണ്ടാക്കി കിബിലക്ക് നേരെ അങ്ങനെ ഓതിയാൽ മതി. എന്നാൽ ഖുതുബിയത്ത് ഓതണമെങ്കിൽ ആദ്യം ഒളുണ്ടാക്കി 12 റക്അത്ത് നിസ്കരിച്ച് ഭക്തി പുരസ്സരം ഇരുന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി എന്ന് വിളിക്കണം. ഖുർആനിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? അതിനേക്കാൾ പോരിശയാണ് 300 കൊല്ലം പഴക്കമുള്ള ഖുതുബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടുകാർക്ക്. ഖുതുബിയത്തിനോട് ലൈറ്റ് ഓഫ് ആക്കി നല്ല ഭക്തി പുരസ്സരം ഇരുന്ന് ആചരിക്കുകയാണ്. മുഹിയദ്ദീൻ മാല ആഘോഷിക്കുന്ന, പാടി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെ
വെറും 400 കൊല്ലം പഴക്കമുള്ള കായൽ പട്ടണത്തുകാരൻ ഉണ്ടാക്കിയ ഖുതുബിയത്ത് പോലെ കോഴിക്കോട്ടുകാരൻ ഉണ്ടാക്കിയ മുഹിയുദ്ദീൻ മാലക്ക് കേവലം 400 കൊല്ലത്തെ പഴക്കമുള്ളൂ. പുത്തൻ വാദമാണ്. മുഴുവൻ കള്ളത്തരങ്ങളും അതിനകത്തുണ്ട്. ഞാൻ തുറന്ന് വായിക്കുന്നില്ല. എല്ലാ അറിവും മുഹിയുദ്ദീൻ ഷെയ്ഖിനുണ്ട്. വിചാരിച്ചതൊക്കെ നടത്തുന്നയാളാണ്. ആകാശലോകത്തെ അറിവുകളുള്ള മഹാനാണ്. എവിടുന്ന് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുന്ന മഹാനാണ്. ഹൃദയത്തിനകത്തുള്ളതെല്ലാം അറിയുന്ന മഹാനാണ്. പച്ച നുണകൾ എഴുതി വെച്ചത് പാടി പള്ളിയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് പിരിച്ചു പോകുന്നവരെ, ഇത് ഖുർആനിനോടുള്ള അപമാനമല്ലേ? മുഹിയുദ്ദീൻ മാല കഴിഞ്ഞ റിഫായി മാല വായിച്ചു നോക്ക്. മുഹിയുദ്ദീൻ ഷെയ്ഖിന് എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞോ അതിന്റെ അപ്പുറം കഴിവുണ്ട് എന്ന് പറയാനാണ് മുഹിയുദ്ദീൻ മാലയ്ക്ക് ശേഷം റിഫായി മാല വന്നത്. മുഹിയുദ്ദീൻ റാത്തീബുണ്ട്, റിഫായി റാത്തീബുണ്ട്. അബൂബക്കർ റാത്തീബില്ല, ഉമർ റാത്തീബില്ല, ഉസ്മാൻ റാത്തീബ് ചരിത്രത്തിലില്ല. എന്നാൽ ഈ റാത്തീബുകളുടെ പേരിൽ നടക്കുന്നത് എന്താ? മുഹിയുദ്ദീൻ റാത്തീബ് ഹാ ഹീ ഹൂ ചൊല്ലലാണ്. റിഫായി റാത്തീബ് കുത്തറാത്തീബാണ്. അതിന്റെ പേരാണ് റിഫായി റാത്തീബ് എന്ന് പറഞ്ഞ സംഭവം. കുത്തറാത്തീബ് ഇസ്ലാമിലുണ്ടോ? സ്വന്തം ശരീരത്തിൽ കത്തിയെടുത്ത് കയറ്റിയിട്ട് അതിങ്ങനെ മുറിയാക്കിയിട്ട് ഇത് വന്ന് തുന്നിത്തരും റിഫായി ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് യാ ഷെയ്ഖ് യാ റിഫായി എന്നിങ്ങനെ ഉറക്കെ ചാടി ലൈറ്റ് ഓഫ് ആക്കി വിളിക്കണ ഈ പരിപാടി ഉണ്ടോ? നമ്മളെ വാപ്പാനെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ വാപ്പ നിൽക്കുമ്പോ യാ വാപ്പ എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ വിളിക്കോ? ഇത് റിഫായി ഷെയ്ഖിനെ വിളിക്കുകയാണ്. ഉറക്കം ഇങ്ങനെ ഒച്ചും വിളിക്കുക, ഒച്ചൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ വിളിക്കുക. ഇതൊക്കെ ഇസ്ലാമാന്ന് ആരാ നമ്മളോട് പറഞ്ഞ്? കോഴിക്കോട് കാപ്പ ഒരു കോയപ്പുണ്ടാക്കിയ ഈ ചങ്ങാതി അദ്ദേഹത്തിന്റെ ഒരു ജീവിത മാർഗത്തിനെ കണ്ടതായിരിക്കും. ഇതൊന്നും ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടരുത്. സ്വലാത്ത് വാർഷികങ്ങൾ, അതുപോലെയുള്ള ഉറൂസുകൾ, ചന്ദനക്കുടങ്ങൾ, അപ്പവാണിപ നേർച്ചകൾ, ഇങ്ങനെ പലതും ഇസ്ലാമിലില്ലാതെ കടന്നു വന്നു. ഖുർആനിനില്ലാത്ത പ്രാധാന്യങ്ങൾ മറ്റു പലതിനും മജ്ലിസുന്നൂറിനും മഹ്ദറത്തുൽ ബദരിയക്കും റിഫായി മാലക്കും മറ്റു പലതിനും കൊടുത്തു. അതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ പതുക്കെ പുറന്തള്ളപ്പെട്ടു. പിന്നെ ആകെ എടുത്തോതൽ എപ്പോഴാ? ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അയാളുടെ ചെവിക്ക് അടുത്തിരുന്നിട്ട് പറയും ലിയുൻദിറ മൻ കാന ഹയ്യാ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. സുഹൃത്ത് യാസീനിലെ ആയത്താണ്. ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. ഇത് മരിച്ചാ വന്നു. എത്രയോ ഖുതുബ നടക്കുന്നുണ്ട്, ഒരു വാക്ക് മലയാളത്തിൽ പറയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം ഖുതുബ നടത്തി. അറബിയിലായിരുന്നു, സംശയമില്ല. സ്വഹാബത്തിന് അതെല്ലാം മനസ്സിലായിരുന്നു. താഴേക്ക് ഇറങ്ങിയിട്ട് അറബിയിൽ സംസാരിച്ചു. അവരുടെ ഭാഷ അറബിയായിരുന്നു. ദർസിലേക്ക് പോയി ഹദീസ് പഠിപ്പിച്ചു. അറബിയായിരുന്നു, ഫുൾ ടൈം അറബിയായിരുന്നു. 23 കൊല്ലത്തെ ഖുതുബക്കിടയിൽ ഒരൊറ്റ വെള്ളിയാഴ്ച ഒരൊറ്റ സെന്റൻസ് നിബിതങ്ങൾ അവർക്ക് മനസ്സിലാവാത്ത ഒരു സെന്റൻസ് പറഞ്ഞിട്ടില്ല. ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. മഹല്ലി പരിഭാഷ പള്ളി ദർസുകളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മഹല്ലി പരിഭാഷയുടെ പിന്നെ 2-ാം വാള്യത്തിന്റെ 304 പറയാണ് ഖുതുബ ചമൽക്കാരപൂർണവും മാന്യവും അതിന്റെ വാക്കും ആശയങ്ങളും സ്ഫുടവുമായിരിക്കൽ സുന്നത്താണ്. എല്ലാവർക്കും മനസ്സിലാകണം. എന്നാൽ മാത്രമേ അത് ഹൃദയങ്ങളിൽ ചെന്ന് തറക്കൂ. ലളിതവും മടുപ്പിക്കുന്ന കടുകട്ടിയുള്ള പദങ്ങളില്ലാത്തതായിരിക്കണം. കാരണം ഭൂരിഭാഗം ശ്രോതാക്കൾക്കും എന്നാൽ മാത്രമേ അത് ഉപകരിക്കുള്ളൂ. ആർക്കെങ്കിലും എത്ര കൊല്ലം ഈ പള്ളി പോയിരുന്നാലും അവർക്കിത് മനസ്സിലാകൂ. ഖുർആനിന്റെ ആയത്ത് ഓതുന്നുണ്ടാവാം, അതെന്താ സംഭവം എന്ന് അവർക്ക് തിരിയുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സന്ദേശങ്ങൾ വെള്ളിയാഴ്ച കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാ കിട്ടുക? കടകൾ അടച്ച് ജോലി മാറ്റിവെച്ച് ജനങ്ങൾ ഖുതുബ കേൾക്കാൻ വന്നിരിക്കുന്നു, കൊടുക്കൂല, പഠിപ്പിക്കൂല. പഠിച്ചാൽ പിഴക്കുന്ന് വിശ്വസിക്കുന്ന ഒരു കൗമുണ്ട്. ഇവിടെയാണ് ഞാൻ ഖുർആനിനെ മാനിച്ചിട്ടുണ്ടോ? മരണപ്പെട്ട വ്യക്തിക്ക് ഓതിക്കൊടുക്കാനുള്ളതല്ല, മരിക്കണതിന്റെ മുമ്പ് നമ്മൾ ഓതി തീർക്കേണ്ടതാണത്. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അതൊക്കെ നമ്മൾ ഖബർക്ക് എത്തുന്നതിന് മുമ്പ് ഓതേണ്ട സൂറത്താണ്. അത് കഴിഞ്ഞിട്ട് ഖബറിൽ ഇറക്കി വെച്ച് മറവ് ചെയ്ത് മൂടിലൊക്കെ വെച്ച് വെള്ളക്കൊഴിച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ തലക്ക് ഭാഗത്തിരുന്ന് നമ്മൾ ഉസ്താദിനൊരു ഉപദേശമുണ്ട്. കുല്ലുമൻ അലൈഹാ ഫാൻ, മോനെ എല്ലാം നശിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൽക്കീൻ ഖബറിന്റെ അടുത്തിരുന്നിട്ട് ഓതി കൊടുക്കുകയാണ്. എല്ലാവരും മരിക്കൂട്ടോ. എപ്പോഴാ? മരിച്ച് മറവിയതിനു ശേഷം കൊടുക്കുക ഉപദേശം. അടുത്ത ഉപദേശം, നിന്റെ അടുത്ത് ഇദാ ജാക്കൽ മലക്കാൻ, 2 മലക്കുകൾ വരും.
അവരെന്നോട് ചോദിക്കും മൻ റബ്ബുക്കാന്ന്. അപ്പൊ നീ അള്ളാഹു റബ്ബി എന്ന് പറയണം. എപ്പോ? ആ മനുഷ്യന് 10-60 കൊല്ലം പള്ളിയിൽ വന്നിരുന്നു, എല്ലാ ജുമാക്കും ജമാഅത്തിനൊക്കെ വന്നിരുന്നു. ആ മനുഷ്യന് കൊടുത്തില്ല. അങ്ങനെ ഖബറിന്റെ അടുത്ത് വെച്ച് അടുത്ത ഉപദേശമാണ്, നിന്റെ അടുത്ത് മലക്കുകൾ വരും, അള്ളാഹു റബ്ബി എന്ന് പറയണം. ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? എന്നിട്ട് പിന്നെ മക്കളും പേരക്കുട്ടികളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ 400 കത്തം തീർത്തു, ഞാൻ 300 പേജ് ഓതി, ഞാൻ ഉപ്പാക്ക് വേണ്ടി 700 ദിക്ർ ചൊല്ലി, ഞാൻ ഇത്ര ആടിനർത്തു, ഞാൻ അത്ര കോയിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാട്സപ്പ് ഉണ്ടാക്കി നടക്കുകയാണ്. ജീവിതകാലത്ത് നമ്മൾ ചെയ്യേണ്ടുന്നതായ ദിനചര്യകളെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. നാളെ ആളിക്കത്തുന്ന നരകത്തിനെ കുറിച്ച് ഭയമുണ്ടാകണം. പടച്ച റബ്ബിന്റെ സകല അല്ലാഹുവിന്റെ നരകത്തിന്റെ അദാബുകളെ ഭയപ്പെട്ടുകൊണ്ട് ദീന് പഠിച്ചു മനസ്സിലാക്കാനും എല്ലാവിധ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ സജീവമായി അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മുടെ പരിസരത്ത് വെച്ചുകൊണ്ട് CK കുഞ്ഞിപ്പ സാഹിബ് ആക്സിഡന്റിലായി മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമയും ഈമാനും പ്രതിഫലവും നൽകുമാറാകട്ടെ. സ്ഥലം അനുവദിച്ചു തന്ന ഈ സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു തക്കതായ ഹൈറും ബറക്കാത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ ആ ആളിക്കത്തുന്ന നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. സഹോദരിമാരെ, നമ്മുടെ വേഷവിധാനം ശ്രദ്ധിക്കണം. ഏറ്റവും അധികം സ്ത്രീകൾ നരകത്ത് പ്രവേശിക്കാനുള്ള കാരണം അവിടുന്ന് പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. വസ്ത്രം ധരിച്ച് വിവസ്ത്രകളായി മഫ്തയില്ലാതെ നടന്നു പോകുന്ന മുസ്ലിം പെൺകുട്ടികൾ, ഉമ്മമാര്, സഹോദരിമാർ, പർദ്ദ ധരിച്ചിട്ടും തലമറക്കാത്ത കാലുമറക്കാത്ത അവസ്ഥയുള്ള മുഅ്മിനീങ്ങളെ, വസ്ത്രം ധരിച്ച് വിവസ്ത്രകളായി ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങിയും നടന്ന് ഒട്ടകത്തിന്റെ പുഞ്ഞ പോലെ മുടിക്കെട്ട് കെട്ടിയ സഹോദരിമാരാണ് നരകത്തിൽ. ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്ന, ശാപവാക്കുകൾ അധികരിപ്പിക്കുന്ന സഹോദരിമാര് നരകത്തിലാന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു, സഹോദരിമാരെ തസദ്ദഖ്ന, നിങ്ങൾ നന്നായി ദാനം ചെയ്യണേ. വലോ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളെങ്കിലും കൊടുത്ത് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോ. കുടുംബക്കാരെ, പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള സകല വഴികളും നമ്മൾ ആലോചിക്കണം. സഹിക്കാനാവാത്ത ശക്തരായ മലക്കുകളുടെ കാവലിൽ നിൽക്കുന്ന, ഒരു ദിവസം പോലും മാറി നിൽക്കാൻ കഴിയാത്ത, സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, മരണമില്ലാതെ ജീവിതം കിട്ടാതെ നശിക്കപ്പെടുന്ന ഓരോ ശിക്ഷാരീതികളും, കരിച്ചു കളയുന്ന തൊലിയും ഹൃദയം വരെ തുളച്ചു കയറുന്ന ആളിക്കത്തുന്ന നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പലതും പറയും. ബഹിഷ്കരണങ്ങൾ ഉണ്ടാകും, കല്യാണം ബഹിഷ്കരിക്കും, മരിച്ചാൽ ഖബർ തരൂല എന്ന് പറയും. നിന്നെ നോക്കി പല പരിഹാസങ്ങൾ വരും, കുത്തുവാക്കുകൾ വരും, വിമർശനങ്ങൾ വരും. അള്ളാഹുവിന്റെ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ നമ്മളാകുന്നത് ശ്രദ്ധിക്കുക. ഒരാളും നമ്മുടെ ഖബറിൽ രക്ഷക്ക് വരൂല, നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ആരും വരൂല. നബി തങ്ങൾ സ്വന്തം മകളെ കുറിച്ച് പറഞ്ഞു, യാ ഫാത്തിമ അൻകിരി നഫ്സകി മിനന്നാർ, മോളെ നരകത്ത് നിന്ന് നീ നിന്നെ കാത്തോളണം മോളെ. സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു തരിമ്പ് നമ്മുടെ ജീവിതത്തിൽ അനീതി കടന്നു വരാതിരിക്കാൻ, അന്ധവിശ്വാസങ്ങൾ വരാതിരിക്കാൻ. പുതിയ കലണ്ടറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഓരോ കലണ്ടറുകൾ വരുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്, അത് ഇസ്ലാമികമായ മര്യാദയിൽ ഉണ്ടാവണം. പുതിയ കലണ്ടറുകൾ ഞാൻ ശ്രദ്ധിച്ചു. 2024 ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു പ്രസ്ഥാനത്തിന്റെ കലണ്ടറിൽ എഴുതി വച്ചിരിക്കുന്നു, നഹ്സുള്ള ദിനങ്ങൾ, നഹസാക്കപ്പെട്ട ദിനങ്ങൾ, മോശപ്പെട്ട ദിനങ്ങൾ എന്നിട്ട് എഴുതി വച്ചിരിക്കുക, റമദാനിലെ 3 തീയതി മോശപ്പെട്ട ദിനങ്ങളാണ്. ദുൽഹിജ്ജയിലെ 3 ഡേറ്റ് എഴുതി വെച്ചിട്ട് മോശപ്പെട്ട നഹ്സിന്റെ ദിനങ്ങളാണ്. മുഹറം മാസത്തിലെ ചില ദിനങ്ങൾ, റജബിലെ ദിനങ്ങൾ എന്നി വെച്ച് എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച മോശപ്പെട്ട ദിനങ്ങൾ എന്ന് എഴുതി വെച്ച കലണ്ടറിന്റെ ആളുകളാണ് നമ്മളെങ്കിൽ, അതേ നിബിധങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ മിൻ സുന്നത്തിൽ യഹൂദ്. ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവയിൽ പറഞ്ഞു, ഇസ്ലാമിൽ അതില്ല, നഹസില്ല, തതയ്യറില്ല, ശകുനം നോക്കലില്ല. ഫഇന്നഹാ മിൻ സുന്നത്തിൽ യഹൂദ്. ഇബ്നു ഹജർ ഹൈതമി പറയാം, അതൊക്കെ ജൂതന്മാരുടെ ചര്യയാണ്, മുസ്ലിമിന് അതില്ല, തവക്കുലാക്കുന്നവർക്കില്ല. അത്ര വരെ ശ്രദ്ധിക്കാൻ. ഒരു കലണ്ടറിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കും, ഒരു നിസ്കാരത്തിൽ എന്തിരിക്കുന്നു, എന്താ ഒരു പള്ളിയിൽ അങ്ങനെ പോയതുകൊണ്ട് എന്താ കുഴപ്പം, എന്താ ഒന്ന് അങ്ങോട്ട് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാ എന്താ കുഴപ്പം. എല്ലാത്തിനെയും നിസ്സാരമായി നീ കാണണ്ട. ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. അള്ളാഹു നമ്മയെല്ലാം അവന്റെ സ്വർഗത്തിന്റെ നഈമുകളിൽ, ഉന്നത ഫിർദൗസുകളിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു തക്കതായ വലിയ നന്മയും പ്രതിഫലവും നൽകുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ദുആ
കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ രോഗശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രദേശത്തുകാരോട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, എന്തെങ്കിലും എൻ്റെ സംസാരത്തിൻ്റെ ഭാഗമായി പ്രയാസപ്പെടുത്തിയ, വേദനിപ്പിച്ച എന്തെങ്കിലും വാക്കുകളോ പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു, എനിക്ക് മാപ്പ് നൽകണം. അതോടൊപ്പം ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഹക്കുണ്ടോ, ഇത് സത്യമാണോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, സംഘാടകരെ ബന്ധപ്പെടണം, നിങ്ങൾ ആവശ്യപ്പെടണം, തെളിവുകൾ ചോദിക്കണം, കണ്ടെത്തണം, അന്വേഷിക്കണം. വീണ്ടും വീണ്ടും ഇസ്ലാമിക പ്രഭാഷണങ്ങളെ വിലയിരുത്താൻ നമ്മൾ സന്നദ്ധരാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. പീസ് റേഡിയോ 24 മണിക്കൂർ നമ്മുടെ ഫോണിലൂടെ നമുക്ക് ദീന് പഠിക്കാനുള്ള അവസരമാണ്. ആർക്കും ഇൻസ്റ്റാൾ ചെയ്യാം. ഇംഗ്ലീഷിൽ പീസ് റേഡിയോ ടൈപ്പ് ചെയ്താൽ മതി. ജമീൽ ആപ്പ് വീഡിയോ കണ്ട് പഠിക്കാം, നേർപ്പദം വാരിക വായിച്ച് പഠിക്കാം. ഖുർആൻ ക്ലാസുകൾ, QHLS ക്ലാസുകളുണ്ട്, CRE ക്ലാസുകളുണ്ട്. കുടുംബത്തിന് നന്മകൾ പകർന്ന ധാരാളക്കണക്കിന് പ്രോഗ്രാമുകൾ വരാനിരിക്കുന്ന ദിവസത്തിൽ ഹദീസ് സെമിനാർ നമ്മുടെ ജില്ലയിൽ വരാനിരിക്കുന്നു. നമ്മളതിൽ പങ്കാളികളാവണം. യൂത്ത് കോൺഫറൻസ് വീണ്ടും വീണ്ടും നമ്മുടെ ചെറുപ്പക്കാരോട് നമ്മൾ പഠിക്കേണ്ടുന്ന ദിശാബോധം നൽകുന്ന തിരിച്ചറിവിന്റെ യൗവനം നമുക്ക് നൽകാനുള്ള ഒരു വലിയ താല്പര്യത്താലാണ് ആ ശ്രമമുള്ളത്. നമ്മളെല്ലാം പങ്കാളികളാവണം, നമ്മുടെ സുഹൃത്തുക്കളെ പങ്കെടുപ്പിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.